യെസ്. അപ്പോൾ നമുക്ക് പയ്യെ സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ഇതൊരു ചെറിയൊരു സെഷൻ എന്നുള്ളതാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഒരു സ്റ്റാർട്ടിങ് പോലെ. അപ്പോൾ ഞാനിങ്ങനെ ഒന്ന് രണ്ട് പോസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഇട്ടപ്പോൾ കുറച്ചധികം പേര്, പ്രത്യേകിച്ച് എൻ്റെ സ്റ്റുഡൻസ് തന്നെയാണ്. അപ്പോൾ അവർ എന്നോട് ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്ത് ഇങ്ങനെ ഒരു വെബിനാർ പോലെ ഒന്ന് കണ്ടക്ട് ചെയ്തുകൂടെ. കാരണം എല്ലാവർക്കും ആഗ്രഹമുള്ള ഒരു ടോപ്പിക്കാണല്ലോ ഈ ട്രേഡിംഗ് എന്ന് പറയുന്നത്. ഇപ്പം എനിക്കറിയാം ഇതിലുള്ള ഭൂരിഭാഗം പേരും ഒരു ഫിനാൻസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നൊക്കെ വന്നവർ തന്നെയാണ്. അപ്പോൾ നമ്മളൊക്കെ ആണെങ്കിലും നമ്മുടെ സിലബസിൽ ഈ സ്റ്റോക്ക് മാർക്കറ്റ്, ഷെയറുകളുടെ കാര്യങ്ങൾ ഇതൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ടെങ്കിലും നമ്മൾ ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ അങ്ങനെ അധികം പഠിക്കാറില്ല. നമുക്ക് തിയറിറ്റിക്കലി അല്ലെങ്കിൽ എക്സാം പാസ്സാകാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഒന്നും ഒരു ആപ്ലിക്കേഷൻ ലെവൽ സാധനങ്ങൾ നമുക്ക് ആവശ്യമില്ല. ഇപ്പോൾ നമ്മളിത് ഇപ്പോൾ ACCA പഠിക്കുന്ന നിങ്ങൾക്ക് എനിക്കറിയാം ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിലും ഒക്കെ നമ്മളിങ്ങനെ ഈ ഫോറക്സ് ട്രാൻസാക്ഷൻസിനെ പറ്റിയും ഓപ്ഷൻസിനെ പറ്റിയും പുട്ട് ഓപ്ഷൻ, കോൾ ഓപ്ഷൻ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളും ഒക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മളൊരു തിയറി മാത്രമാണ് പഠിച്ചു വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരു റിയൽ ലൈഫ് ആപ്ലിക്കേഷനാണ് ഈ ഒരു ട്രേഡിങ്ങിലേക്ക് വരുമ്പോൾ ഉള്ളത്. അപ്പോൾ നമ്മൾ ഈ ഒരു വെബിനാറിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് എന്താണ് ഈ ഫോറക്സ് ട്രേഡിങ്. ഒരു ഫോറക്സ് ട്രേഡിങ് നമുക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് നമ്മളൊന്ന് അപ്രോച്ച് ചെയ്യേണ്ടത് സേഫായിട്ട്. കാരണം ഞാൻ ആ സേഫ് എന്ന് പറയുന്നതിന് ഒരു റീസൺ ഉണ്ട്. കാരണം ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആണെങ്കിലും കുറച്ച് പേരൊക്കെ എന്നോട് സംസാരിച്ച സമയത്ത് പലരും എന്നോട് പറഞ്ഞ കാര്യമാണ്, പലർക്കും നഷ്ടം വന്നിട്ടുണ്ട്. 50,000, 1,00,000, 2,00,000 രൂപയൊക്കെ കടത്തിൽ നിൽക്കുന്നവരുണ്ട് ട്രേഡിങ് ചെയ്തിട്ട്. അപ്പോൾ അവരോടൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ച സമയത്ത് എനിക്ക് മനസ്സിലായത് ആ ഒരു സ്ട്രക്ചറായിട്ടല്ല അവരാരും പഠിച്ചു വന്നത്. ഒരു ഐഡിയ ഇല്ലാണ്ട് ഒരു സ്പെക്കുലേഷൻ പോലെ, ഒരു ഗാംബ്ലിങ് പോലെ ട്രേഡിങ്ങിനെ അപ്രോച്ച് ചെയ്തുകൊണ്ടാണ് അത്രയൊരു നഷ്ടവും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ ഇനി അങ്ങനെ ആർക്കും വരാൻ പാടില്ല. അപ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ ഈ ഒരു കമ്മ്യൂണിറ്റിയിലുള്ളവർക്ക്. അപ്പോൾ അതും കൂടെ കൺസിഡർ ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു വെബിനാർ അങ്ങനെയാണെങ്കിൽ ഒന്ന് ഹോസ്റ്റ് ചെയ്യാമെന്നൊക്കെ ഒന്ന് ഡിസൈഡ് ചെയ്തത്. അപ്പോൾ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്താണ് ഫോറക്സ് ട്രേഡിംഗ് എന്നുള്ളൊരു കൺസെപ്റ്റ്. അപ്പോൾ ഈ ഒരു സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡിങ് അല്ലെങ്കിൽ ഷെയറുകൾ മേടിക്കുക വിൽക്കുക ഇതൊക്കെയാണ് നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ അല്ലേ. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ റീലൊക്കെ ആണെങ്കിൽ ഓപ്ഷൻ സെല്ലിങ്, ഫ്യൂച്ചേഴ്സിന്റെ ട്രേഡിങ് ഇതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ ഈ ഫോറക്സ് ട്രേഡിംഗ് അധികം നമ്മൾ കാണാത്തൊരു ടോപ്പിക്കാണ്. അപ്പോൾ എന്താണ് ഈ ഫോറക്സ് ട്രേഡിംഗ് എന്നുള്ളത് നമുക്ക് ആദ്യം ഒന്ന് നോക്കാം. അപ്പോൾ ഫോറക്സ് ട്രേഡിങ്ങിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ ഈ ഒരു വെബിനാറിന്റെ സമയത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന മെയിൻ പോയിന്റുകൾ ഇതെല്ലാമാണ്. ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്താണെന്നുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കും. ഈ ഫോറക്സ് ട്രേഡിംഗ് എന്തുകൊണ്ടാണ് പോപ്പുലർ ആയി വരുന്നത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കുന്നുണ്ട്. പിന്നെ എങ്ങനെയാണ് ട്രേഡിംഗ് ആക്ച്വലി വർക്ക് ചെയ്യുന്നത്. കാരണം ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി എളുപ്പമാണല്ലോ. ഒരു നല്ല കമ്പനിയുടെ ഷെയറുകൾ നമ്മൾ മേടിച്ചിട്ടാൽ മതി, അത് ലോങ് ടേമിലത്തേക്ക് അത് ഗ്രോ ചെയ്ത് വന്നോളും. പക്ഷെ ട്രേഡിംഗ് അങ്ങനെയല്ല. അപ്പോൾ എന്താണ് ഈ ഒരു ട്രേഡിംഗ്, അത് എങ്ങനെയാണ് വർക്ക് ആവുന്നത്, അതുപോലെ ട്രേഡ് ചെയ്യുന്ന സമയത്ത് ട്രേഡേഴ്സ് ഒക്കെ മാർക്കറ്റിനെ എങ്ങനെയാണ് അനലൈസ് ചെയ്യുന്നത്, ഒരു പ്രൈസ് മേളിലോട്ട് പോവോ അല്ലെങ്കിൽ താഴോട്ട് വരുമോ എന്നൊക്കെ ഇവർ എങ്ങനെയാണ് അനലൈസ് ചെയ്യുന്നത്, അതിനൊക്കെ അവർ യൂസ് ചെയ്യുന്ന ടൂളുകൾ എന്തൊക്കെയാ, റിസ്ക് എങ്ങനെയാണ് നമ്മൾ മാനേജ് ചെയ്യേണ്ടത്. ഞാൻ പറഞ്ഞല്ലോ പലർക്കും ഒരുപാട് പൈസ ഈ ഒരു ട്രേഡിങ്ങിൽ നഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ അത് പ്രിവെന്റ് ചെയ്യാനായിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ട്രേഡിങ്ങിന്റെ കുറച്ച് കോമൺ ആയിട്ട് വരുന്ന മിത്തുകൾ എന്തൊക്കെയാണ്. പലരും ട്രേഡിങ്ങിനെ ഗാംബ്ലിംഗ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളും അതൊക്കെയാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ചോദിക്കാനായിട്ടുണ്ടെങ്കിൽ അവസാനം നമ്മൾ അതും ഒന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ മെയിൻ ടോപ്പിക്സ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ടോപ്പിക്കിലേക്ക് തന്നെ പോകാം. എന്താണ് ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്നുള്ളത് ആദ്യം നമുക്കൊന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇതൊരു മാർക്കറ്റാണ്. ഇപ്പോൾ നമ്മൾ പച്ചക്കറി മാർക്കറ്റ് അല്ലെങ്കിൽ മീൻ മാർക്കറ്റ് എന്നൊക്കെ നമ്മൾ പറയുമല്ലോ. ഒരു മീൻ മാർക്കറ്റിൽ പോയാൽ നമുക്ക് മീൻ മേടിക്കാം അല്ലെങ്കിൽ വിൽക്കാം. ഒരു പച്ചക്കറി മാർക്കറ്റിൽ പോയാൽ നമുക്ക് പച്ചക്കറി മേടിക്കാം വിൽക്കാം. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ മാർക്കറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് കമ്പനികളുടെ ഷെയറുകൾ മേടിക്കാനും വിൽക്കാനും പറ്റും. കറൻസീസ് നമുക്ക് മേടിക്കാനും വിൽക്കാനായിട്ടും പറ്റും. ക്രിപ്റ്റോ കറൻസീസ് നമുക്ക് മേടിക്കാനും വിൽക്കാനും പറ്റും. അതുപോലെ ഈ കമ്മോഡിറ്റീസ്, ഗോൾഡ്, ഓയിൽ, സിൽവർ ഇങ്ങനെയുള്ള കമ്മോഡിറ്റീസ് നമുക്ക് മേടിക്കാനും വിൽക്കാനായിട്ടൊക്കെ പറ്റും. അപ്പം അങ്ങനെ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് ആണ് നമ്മളിവിടെ വിൽപ്പന നടത്തുന്നത്. അപ്പം ഇത് ഒറ്റൊരു മാർക്കറ്റ് അല്ല, ഇത് പല പല മാർക്കറ്റുകളാണ്. അപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ട് പരിചയമുള്ളത് സ്റ്റോക്ക് മാർക്കറ്റാണ്. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത് ഒരു ടൈപ്പ് ഓഫ് ഫിനാൻഷ്യൽ മാർക്കറ്റ് ആണ്. അതിൽ നമ്മൾ ഷെയറുകളാണ് മേടിക്കുകയും വിൽക്കുകയൊക്കെ ചെയ്യുന്നത്. ഇനി ഫോറക്സ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ മെയിൻ ആയിട്ട് കറൻസീസ് ആണ് മേടിക്കുകയും വിൽക്കുകയൊക്കെ ചെയ്യുന്നത്. കറൻസീസ് ഇപ്പൊ നമുക്ക് ഡോളർ കൊടുത്ത് യൂറോ മേടിക്കാം, അല്ലെങ്കിൽ യൂറോ കൊടുത്ത് ഡോളർ മേടിക്കാം, അല്ലെങ്കിൽ ഇന്ത്യൻ റുപ്പീസ് കൊടുത്തിട്ട് ഡോളർ മേടിക്കാം, അല്ലെങ്കിൽ പൗണ്ട് മേടിക്കാം. ഇങ്ങനെ നമുക്ക് ഈ കറൻസീസ് കൊടുത്ത് വേറെ കറൻസീസ് മേടിക്കാം. അതിനാണ് നമ്മൾ ഫോറക്സ് മാർക്കറ്റ് എന്ന് വിളിക്കുന്നത്. അതുപോലെ കമ്മോഡിറ്റി മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഗോൾഡ്, സിൽവർ, ഓയിൽ ഇതൊക്കെ നമ്മൾ മേടിക്കും വിൽക്കുകയൊക്കെ ചെയ്യുന്നതാണ് കമ്മോഡിറ്റീസിന്റെ മാർക്കറ്റ്. പിന്നെ ഇൻഡിസസിന്റെ മാർക്കറ്റുകളുണ്ട്. ഇപ്പൊ നമുക്കറിയാം നിഫ്റ്റി, സെൻസെക്സ് ഇതൊക്കെ ഇൻഡിസസ് ആണ് അല്ലേ. അതൊക്കെ നമുക്ക് മേടിക്കുകയും വിൽക്കുകയൊക്കെ ചെയ്യാം. അതുപോലെ ക്രിപ്റ്റോ കറൻസീസിന്റെ മാർക്കറ്റ് ഉണ്ട്. പിന്നെ നമ്മുടെ നോർമൽ സ്റ്റോക്ക് മാർക്കറ്റ് ഉണ്ട്.
അപ്പൊ നിങ്ങൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഫോറക്സ് മാർക്കറ്റ് എന്ന് പറയുമ്പോൾ, ഫോറക്സ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഒറിജിനലി കറൻസീസ് നമ്മൾ മേടിക്കുകയും വിൽക്കുകയൊക്കെ ചെയ്യുന്ന മാർക്കറ്റ് ആണെങ്കിലും ജനറലി ഈ കറൻസീസിനെ മേടിക്കുകയും വിൽക്കുകയും ചെയ്യുന്നതിനെയും കമ്മോഡിറ്റീസ് മേടിക്കുകയും വിൽക്കുകയും ചെയ്യുന്നതും അവർ ഇൻഡിസസ് ആയാലും ക്രിപ്റ്റോ കറൻസീസ് ആയാലും ഇതിനൊക്കെ കൂടെ നമ്മൾ ഫോറക്സ് മാർക്കറ്റ് എന്ന് തന്നെയാണ് വിളിക്കുന്നത്, അല്ലെങ്കിൽ ഫോറക്സ് ട്രേഡിംഗ് എന്നാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾ എവിടെയെങ്കിലും ഫോറക്സ് ട്രേഡിംഗ് എന്ന് കാണുന്നുണ്ടെങ്കിൽ അത് കറൻസീസിന്റെ ട്രേഡിംഗ് എന്ന് മാത്രമല്ല അവർ ഉദ്ദേശിക്കുന്നത്, കമ്മോഡിറ്റീസിന്റെ ട്രേഡിങ്ങിനെയും അതുപോലെ ക്രിപ്റ്റോ കറൻസീസിന്റെ ട്രേഡിങ്ങിനെയും ഒക്കെ കൂടെയാണ് നമ്മൾ ജനറലി ഈ ഫോറക്സ് ട്രേഡിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ കൂടുതൽ ട്രേഡ് ചെയ്യാറുള്ളത് ഗോൾഡിന്റെ ആണ്, കമ്മോഡിറ്റിയിലാണ്. അപ്പൊ അതാണ് ഞാൻ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഒരുപാട് പെയറുകൾ, ഒരുപാട് ഐറ്റംസ് ഉണ്ട് അല്ലെ ട്രേഡ് ചെയ്യാനായിട്ട്, ഷെയറുകൾ മാത്രമല്ല, പല പല ഐറ്റംസ് ഉണ്ട്. അപ്പൊ ഇതിൽ ഏതാണോ നമുക്ക് ഒരു ടെക്നിക്ക് ഉള്ളത്, നമുക്കൊരു മെത്തേഡ് ഉള്ളത്, അത് നമുക്ക് ചൂസ് ചെയ്ത് അത് നമുക്ക് ട്രേഡ് ചെയ്യാം. അപ്പൊ അതാണ് ഫിനാൻഷ്യൽ മാർക്കറ്റ്. അപ്പൊ ഇതിനെപ്പറ്റി ഒരു ഐഡിയ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു അല്ലെ. ക്ലിയർ ആണോ? സംഭവം ക്ലിയർ അല്ലടാ? എന്താണ് ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്നുള്ള ഒരു ഐഡിയ എല്ലാവർക്കും ആയില്ലേ? യെസ്. ഇനി എന്തുകൊണ്ടാണ് ഈ ഒരു ഫോറക്സ് ട്രേഡിങ് പോപ്പുലർ ആവുന്നത് നമുക്ക് നോക്കാം. എന്തിനാണ് കൂടുതൽ ആൾക്കാർ ഇപ്പോൾ ഫോറക്സ് ട്രേഡിങ്ങിലേക്ക് വരുന്നത്? ഇപ്പോൾ ഞാനും പല ഈ പറയുന്ന റീലുകളൊക്കെ കണ്ടിട്ട് അല്ലെങ്കിൽ യൂട്യൂബിലെ വീഡിയോസ് ഒക്കെ കണ്ടിട്ടാണ് ഈ ഫോറക്സ് ട്രേഡിങ്ങിനെ പറ്റിയൊക്കെ അറിയുന്നത്. എനിക്ക് അറിയാവുന്നത് സ്റ്റോക്ക് ട്രേഡിംഗ് ആയിരുന്നു, ഷെയറുകൾ മേടിക്കുക വിൽക്കുക, അത് മാത്രമേ എനിക്ക് അറിയത്തുണ്ടായിരുന്നുള്ളൂ, ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിലുള്ള ട്രേഡിങ്ങും കാര്യങ്ങളൊക്കെ. അത് കഴിഞ്ഞിട്ട് പിന്നീടാണ് ഞാനും ഇങ്ങനെ ഒരു ഏരിയ ഉണ്ടല്ലോ എന്നുള്ള കാര്യങ്ങളൊക്കെ റെക്കഗ്നൈസ് ചെയ്യുന്നത്. അപ്പൊ അത് പയ്യെ പയ്യെ പോപ്പുലറായി വന്നുകൊണ്ടിരിക്കുവാണ് ഫോറക്സ് ട്രേഡിങ്, പ്രത്യേകിച്ച് ഇന്ത്യയിൽ. അപ്പൊ അത് എന്തുകൊണ്ടാണ്, അതിന്റെ റീസൺസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്ന്, ഇതിന്റെ ഒരു ലിക്വിഡിറ്റിയാണ്. അപ്പൊ ഇന്ത്യൻ മാർക്കറ്റിൽ ഇന്ത്യൻ കമ്പനികളുടെ ഷെയറുകളുടെ ട്രേഡിങ് മാത്രമേ നടക്കുന്നുള്ളൂ. ഇന്ത്യയിലുള്ള ആൾക്കാരാണ് അവിടുത്തെ കൂടുതൽ പാർട്ടിസിപ്പൻസ് ആയിട്ട് വരുന്നത്. ഈ ഒരു ഫിനാൻഷ്യൽ മാർക്കറ്റ് അല്ലെങ്കിൽ ഫോറക്സ് മാർക്കറ്റ് എന്ന് പറയുമ്പോൾ അതൊരു ഇന്റർനാഷണൽ മാർക്കറ്റ് ആയിട്ട് വേണം നമ്മൾ കൺസിഡർ ചെയ്യാൻ. ഇപ്പൊ ഗോൾഡ് എന്ന് പറയുന്ന ഒരു കമ്മോഡിറ്റി, അത് അമേരിക്കക്കാർ മാത്രമല്ല മേടിക്കുന്നത്. അമേരിക്കയിലുള്ള ബാങ്കുകളോ അവിടെയുള്ള ഇൻഷുറൻസ് കമ്പനികളോ അവിടെയുള്ള റീറ്റെയിലേഴ്സ്, നമ്മളെ പോലുള്ള റീറ്റെയിലേഴ്സോ മാത്രമൊന്നും അല്ല ഈ ഗോൾഡ് മേടിക്കുകയും വിൽക്കുകയും ചെയ്യുന്നത്. ലോകത്തുള്ള എല്ലാ രാജ്യത്തു നിന്നുള്ള ആൾക്കാർ ഇന്നത്തെ പാർട്ടിസിപ്പൻസാണ്. അപ്പൊ ഈ ഫോറക്സ് മാർക്കറ്റ് എന്ന് പറയുന്നത് ഇന്ത്യൻ മാർക്കറ്റ് വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഇന്ത്യൻ മാർക്കറ്റിന്റെ ഒരു 4 ഇരട്ടി അല്ലെങ്കിൽ ഒരു 5 ഇരട്ടി ഉണ്ട്. അത്രയും പാർട്ടിസിപ്പൻസ് ഇതിൻ്റെ അകത്തുണ്ട്. അത്രയും ബൈയിങ്ങും സെല്ലിങ്ങും ഓരോ സെക്കൻഡിലും ഇവിടെ നടക്കുന്നുണ്ട്. അതാണ് നമ്മൾ ഹൈലി ലിക്വിഡ് എന്ന് പറയുന്നത്. ഇപ്പൊ ലിക്വിഡിറ്റി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. നമുക്കൊരു പർട്ടിക്കുലർ പ്രൈസിൽ ഒരു സാധനം മേടിക്കണം എന്നുണ്ടെങ്കിൽ അത് വിൽക്കാനായിട്ടും ആ ഒരു പോയിന്റിൽ ഒരാൾ വേണമല്ലോ. അങ്ങനെ ഒരാളുണ്ടെങ്കിൽ ആ ഒരു പ്രൈസ് ലിക്വിഡ് അല്ലെങ്കിൽ ആ ഒരു മാർക്കറ്റ് ലിക്വിഡ് മാർക്കറ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഫോറക്സ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ലിക്വിഡ് ആയിട്ടുള്ള ഒരു മാർക്കറ്റാണ്. ഒരുപാട് പാർട്ടിസിപ്പൻസ് ഉള്ളതുകൊണ്ട് എപ്പോൾ വേണേലും നമുക്കിത് മേടിക്കുകയും വിൽക്കുകയും ചെയ്യാം, എത്ര വേണേലും, എത്ര ക്വാണ്ടിറ്റി വേണേലും. അപ്പോൾ അതാണ് ഇതിന്റെ ഒന്നാമത്തെ ഒരു പോയിന്റ്. ഇനി രണ്ടാമത്, ഇതിന്റെ ഹവേഴ്സ് ഭയങ്കര ഫ്ലെക്സിബിളാണ്. ഒരു കണക്കിന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോറക്സ് മാർക്കറ്റ് 24/7 അവൈലബിൾ ആണ്, ഓപ്പൺ ആണ്. ആഴ്ചയിൽ എല്ലാ ദിവസവും ഇത് ഓപ്പൺ ആണ്, 24 hours ഇത് ഓപ്പൺ ആണ്. അപ്പൊ അതൊരു വലിയൊരു അഡ്വാൻറ്റേജാണ്, പ്രത്യേകിച്ച് പഠിക്കുന്ന സ്റ്റുഡൻസിന് അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഈ ഒരു സാധനം ഭയങ്കര അധികം ബെനിഫിഷ്യലാണ്. ഞാനും ഫോറക്സ് മാർക്കറ്റിലേക്ക് വന്ന ഈ ഒരു മെയിൻ റീസൺ കൊണ്ടാണ്. അപ്പൊ ഞാൻ ആദ്യമേ ട്രേഡിങ് സ്റ്റാർട്ട് ചെയ്തത് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ തന്നെയായിരുന്നു. പക്ഷെ അതിനൊരു ടൈമിംഗ് ഉണ്ട്, അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ അതിനുണ്ട്. മോർണിംഗ് 9 തൊട്ട് ഏകദേശം ഒരു 3:30 വരെയൊക്കെയാണ് ഇന്ത്യൻ മാർക്കറ്റ് ഓപ്പൺ ആയിട്ടുള്ളത്. ആ ഒരു സമയത്ത് മാത്രമേ നമുക്ക് ട്രേഡിങ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷെ ഫോറക്സ് മാർക്കറ്റ് അങ്ങനെയല്ല, ഇത് 24 hours ഓപ്പൺ ആണ്. സാറ്റർഡേ സൺഡേ ഒക്കെ ക്രിപ്റ്റോയിലാണെങ്കിലും നമുക്ക് ട്രേഡിങ് ചെയ്യാം. അപ്പോൾ ത്രൂ ഔട്ട് ഈ ഒരു 7 daysലും ത്രൂ ഔട്ട് 24 hours ഇത് ഓപ്പൺ ആണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ജോലി സമയമൊക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ പഠിക്കാനുള്ള ടൈമൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ ട്രേഡിങ്ങിലേക്ക് വരാം. അങ്ങനെ ഒരു വലിയ അഡ്വാൻറ്റേജ് ഈ ഒരു മാർക്കറ്റിനുണ്ട്. മൂന്നാമത്തേത്, നമുക്കിത് പാർട്ട് ടൈം ആയിട്ട് ചെയ്യാം. അപ്പോൾ സാധാരണ നമ്മൾ ഫുൾ ടൈം ട്രേഡേഴ്സും കേൾക്കാറുണ്ട് അല്ലേ. അതായത് അവർ വേറെ പണിക്കൊന്നും പോകുന്നില്ല, ട്രേഡിങ് മാത്രമായിട്ട് ഇരിക്കുകയാണ് അവർ ചെയ്യുന്നത്. അത് ആക്ച്വലി ഞാൻ നോക്കിയിട്ട് കുറേ കൂടെ റിസ്ക് ആണത്. പക്ഷെ ട്രേഡിങ് പാർട്ട് ടൈം ആയിട്ട് ചെയ്യണം എന്നുള്ളവർക്ക് ഈ ഒരു ഫോറക്സ് മാർക്കറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് ചെയ്യാനായിട്ട് പറ്റും. കാരണം നമ്മുടെ ജോലിയും തിരക്കുകളും എല്ലാം കഴിയുമ്പോൾ നമുക്ക് ആവശ്യമുള്ള ടൈം ഉണ്ടാവും. ഇത് ഈ പറയുന്ന 24 hours ഉള്ളത് കൊണ്ട്. അല്ലെങ്കിൽ ആഴ്ചയിൽ ഇപ്പോൾ നമ്മൾ 2 ദിവസം മാത്രമേ ട്രേഡ് ചെയ്യുന്നുള്ളൂ, അങ്ങനെയാണെങ്കിൽ സാറ്റർഡേ സൺഡേ മാത്രം ഇരുന്നിട്ട് നമുക്ക് ട്രേഡ് ചെയ്യാം. അപ്പൊ അങ്ങനെ ഇതൊരു പാർട്ട് ടൈം ആയിട്ട് ട്രേഡിങ് കൊണ്ടുപോകേണ്ടവർക്ക് ഫോറക്സ് ട്രേഡിങ് ഭയങ്കര ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ്. പിന്നെ ഇതൊരു ഗ്ലോബൽ മാർക്കറ്റ് ആണ്, നമ്മൾ പറഞ്ഞു അല്ലെ. ഇന്റർനാഷണലി റെക്കഗ്നൈസ് ആയിട്ടുള്ള ഒരു മാർക്കറ്റാണ് ഈ ഫോറക്സ് മാർക്കറ്റ് എന്ന് പറയുന്നത്.
ഇപ്പോൾ ഇന്റർനാഷണൽ റെഗുലേഷൻസ് ആണ് അതിനെ മോണിറ്റർ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഹൈലി ലിക്വിഡ് ആണ്. പിന്നെ ഈ ട്രേഡിങ് കുറച്ചുകൂടെ ചെയ്യാനായിട്ട് നമുക്ക് കുറച്ചുകൂടെ കൺവീനിയന്റ് ആണ്. അപ്പോൾ ഇന്ത്യൻ മാർക്കറ്റ് എന്നൊക്കെ പറയുമ്പോൾ അതിലെ പാർട്ടിസിപ്പൻസ് കുറവാണ്. അപ്പോൾ ഇന്ത്യയിൽ തന്നെയുള്ള ബാങ്കുകൾ അവർക്കൊക്കെ വേണമെങ്കിൽ മാനിപ്പുലേഷൻസ് ഒക്കെ ചെയ്യാനായിട്ട് കൂടുതൽ സാധ്യതകളൊക്കെ ഉണ്ട്. അപ്പോൾ ഫോറക്സ് മാർക്കറ്റ് എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല, ഒരുപാട് പാർട്ടിസിപ്പൻസ് ഉണ്ട്, ഒരുപാട് ബാങ്കുകളും ഒക്കെ ട്രേഡിങ്ങിന് വേണ്ടിയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ട്രേഡിംഗ് എന്ന് പറയുന്നത് ഒരിക്കലും നിങ്ങൾ ഗാംബ്ലിംഗ് എന്ന് ഇനി ചിന്തിക്കരുത്. കാരണം ഞാനിപ്പോൾ അറിയാണ്ടൊരു പോയിന്റ് പറഞ്ഞു പോയി. ഈവൻ ബാങ്കുകൾ പോലും ട്രേഡിങ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ സേവിങ്സ് അക്കൗണ്ട് ഇട്ട് വെച്ചിരിക്കുന്ന പൈസ, അല്ലെങ്കിൽ നമ്മൾ FD-യിലൊക്കെ ഇട്ട് വെച്ചിരിക്കുന്ന പൈസ, അതൊക്കെ യൂസ് ചെയ്തുകൊണ്ട് ഈ ബാങ്കുകളൊക്കെ ട്രേഡിങ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഈ ഇൻഷുറൻസ് കമ്പനികൾ, LIC കമ്പനികൾ, ഇവരൊക്കെ നമ്മുടെ നിന്നൊക്കെ ബൾക്കായിട്ട് ഫണ്ട് മേടിക്കുന്നുണ്ട്. ഈ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിട്ട് വർക്ക് ചെയ്യുന്നവരൊക്കെ തന്നെ ബൾക്കായിട്ട് ഫണ്ട് മേടിച്ചിട്ട് അവരത് ഒന്നെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യും, അല്ലെങ്കിൽ അവർ ട്രേഡ് ചെയ്യും. ഇവരൊക്കെ ചെയ്യുന്ന കാര്യങ്ങളായത്. അപ്പൊ ഇവരെ പോലെയുള്ള വലിയ വലിയ വമ്പന്മാരൊക്കെ ട്രേഡിങ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരിക്കലും ഒരു ഗാംബ്ലിംഗ് ആയതുകൊണ്ടല്ല, അത് നമുക്കൊരു സ്കില്ലാണ്. ആ ഒരു സ്കില്ല് പഠിച്ച് ആ രീതിയിൽ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അതൊരു പ്രൊഫഷനായിട്ട് നമുക്ക് കണ്ടിന്യൂ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഇതൊരു ഗ്ലോബൽ മാർക്കറ്റാണ്, അതാണ് അടുത്തൊരു പോയിന്റ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ റീറ്റെയിലേഴ്സിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് പറ്റും. റീറ്റെയിലേഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളെപ്പോലുള്ള ആൾക്കാരാണ് കേട്ടോ. നമ്മളെപ്പോലുള്ള ഇൻഡിവിജ്വൽസിനെയാണ് നമ്മൾ റീറ്റെയിലേഴ്സ് എന്ന് വിളിക്കുന്നത്. ബാക്കിയുള്ള കമ്പനികളൊക്കെയാണ് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പറഞ്ഞാൽ അതിൽ ബാങ്കുകൾ ഉണ്ടാവും, വേറെ വേറെ കമ്പനികൾ ഉണ്ടാവും, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടാവും. നമ്മളെപ്പോലുള്ള ആൾക്കാരാണ് റീറ്റെയിലേഴ്സ്. ഈ രണ്ട് ഗ്രൂപ്പാണ് മെയിനായിട്ട് ട്രേഡിങ്ങിൽ ഇൻവോൾവ് ആയിട്ടുള്ള ആൾക്കാർ. അപ്പോൾ ഇതൊക്കെയാണ്, ഈ ഒരു റീസൺസ് ഉള്ളതുകൊണ്ടൊക്കെയാണ് ഫോറക്സ് ട്രേഡിംഗ് പോപ്പുലർ ആയിട്ടുള്ളത്. ഞാനും പറഞ്ഞു, ഞാനും ഫോറക്സ് ട്രേഡിങ്ങിലേക്ക് വരുന്നതിൻ്റെ ഒരു മെയിൻ റീസൺ ഈ കാര്യങ്ങൾ തന്നെയാണ്. എനിക്കും എൻ്റെ ആ ഒരു ജോലി സമയം കഴിഞ്ഞ് ട്രേഡിങ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ടാണ്. ഇതിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ? ഇതിൽ എന്തെങ്കിലും സംശയങ്ങൾ ആർക്കെങ്കിലും ചോദിക്കാനായിട്ടുണ്ടോ? ക്ലിയർ ആണോ? യെസ്. ഇനി നമുക്ക് നോക്കാം എങ്ങനെയാണ് ട്രേഡിങ് നടക്കുന്നത് അല്ലേ? എങ്ങനെയാണ് ഈ ട്രേഡ് ചെയ്യുന്നത്? ട്രേഡിങ് ചെയ്യുന്നു എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്, എല്ലാവരും ട്രേഡ് ചെയ്യുന്നുണ്ടെന്നൊക്കെ. അതെങ്ങനെയാണ് ആക്ച്വലി വർക്ക് ആവുന്നത്? എടാ, നമ്മളൊരു ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്ന പോലെ അല്ല ട്രേഡിംഗ് എന്ന് പറയുന്നത്. ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ഫ്ലെക്സിബിൾ ആണ്. നമുക്ക് സാധാരണ ഒരു സാധനം വിൽക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ മേടിക്കണ്ടേ? ആദ്യം നമ്മൾ മേടിച്ചിട്ട് മാത്രമാണ് അത് വിൽക്കുന്നത് അല്ലേ? ട്രേഡിങ്ങിന് നമുക്ക് വേണമെങ്കിൽ ഇതിന്റെ ഓപ്പോസിറ്റ് ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ ആദ്യം വിറ്റിട്ട് പിന്നെ അത് മേടിക്കാം. അപ്പോൾ കൺസെപ്ച്വലി നമ്മൾ ആലോചിക്കുമ്പോൾ അതെങ്ങനെ നടക്കും നമുക്ക് തോന്നും. പക്ഷെ ടെക്നിക്കലി ഇത് പോസിബിൾ ആണ് ട്രേഡിങ്ങിൽ. അപ്പൊ അതെങ്ങനെയാന്ന് ഞാൻ പറയാം. എങ്ങനെയാണ് അതുകൊണ്ട് ഒരു അഡ്വാൻറ്റേജ് ഉള്ളത്? എടാ, ഇപ്പോ ഇതാണ്ട് ഈ ഒരു പ്രൈസ് ലെവൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഇതിപ്പോ പ്രൈസ് ആണ് കേട്ടോ. പ്രൈസ് കൂടുന്നു കുറയുന്നു, കൂടുന്നു കുറയുന്നു. അതിന്റെ ഒരു ഗ്രാഫാണ് ഞാൻ ഈ ഫോട്ടോയിൽ കാണിച്ചിരിക്കുന്നതെന്ന് വിചാരിക്കാം. ഇപ്പൊ പ്രൈസ് കൂടി ഇതിന്റെ മേലെ പോയിന്റ് വരെ എത്തി. ഇനി അത് താഴോട്ടാണ് പോകാൻ പോകുന്നത്. അപ്പോൾ ഈ മേലെ പോയിന്റിൽ എത്തുന്ന സമയത്ത് എനിക്ക് മനസ്സിലായി ഇനി പ്രൈസ് താഴോട്ട് പോകുന്നു. ഇപ്പൊ പ്രൈസ് വില കൂടി നിൽക്കുകയാണ്. ഇനി പ്രൈസ് താഴോട്ട് പോകുന്ന എനിക്കറിയാം. എടാ, താഴോട്ട് പോകുന്നതാണെങ്കിൽ ഞാൻ ഈ വില കൂടി നിൽക്കുന്ന സമയത്ത് സെല്ല് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ, ഈ പ്രൈസ് താഴെ എത്തുമ്പോൾ ഞാനത് ബൈ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ എനിക്ക് ലാഭം വരികയല്ലേ? ഇപ്പൊ ഈ ഹൈ പോയിന്റ് എന്ന് പറയുന്ന ഒരു 1000 ആണെന്ന് വിചാരിക്കാം. പ്രൈസ് 1000-ൽ എത്തി നിൽക്കുന്ന സമയത്ത് എനിക്ക് മനസ്സിലാവുകയാണ് പ്രൈസ് ഇനി കുറയാൻ സാധ്യതയുണ്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? 1000-ൽ തന്നെ സെല്ല് ചെയ്തു. എന്നിട്ട് പ്രൈസ് താഴോട്ട് എത്തുന്ന സമയത്ത് മാത്രം ഞാൻ എന്ത് ചെയ്യുക? ബൈ ചെയ്യുക. പ്രൈസ് താഴോട്ട് എത്തി ഒരു 600 ഒക്കെ എത്തുമ്പോൾ ഞാൻ ബൈ ചെയ്യുവാന്ന് വിചാരിച്ചു. അപ്പോൾ നോക്കുമ്പോ എന്താ, ഞാൻ ബൈ ചെയ്ത് 600-ന് സെല് ചെയ്ത് 1000-ന്, എനിക്ക് ലാഭമല്ലേ ഉണ്ടായേ? അപ്പൊ പ്രൈസ് കുറയാൻ പോവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? സെല് ചെയ്താൽ മതി. എന്നിട്ട് പ്രൈസ് കുറഞ്ഞ് കഴിയുമ്പോൾ അത് ബൈ ചെയ്താൽ മതി. ഇവിടെ ആദ്യമേ തന്നെ ബൈ ചെയ്തിട്ട് സെല് ചെയ്യണം നിർബന്ധമൊന്നുമില്ല. നമുക്ക് ആദ്യം സെല് ചെയ്തിട്ട് പിന്നെ എപ്പോഴെങ്കിലും ബൈ ചെയ്താൽ മതി വില കുറയുന്ന സമയത്ത്. അപ്പൊ ഫസ്റ്റ് സെല്ലിങ്ങും സെക്കൻഡ് ബൈയിങ് ഇവിടെ പോസിബിളാണ്. ഇനി അതേപോലെ നിങ്ങളൊന്ന് ചിന്തിച്ചേ, പ്രൈസ് കുറഞ്ഞ് നിൽക്കുകയെന്ന് വിചാരിക്കുക. പ്രൈസ് ഒരു 400 നിൽക്കുക. അവിടെ നിൽക്കുന്ന സമയത്ത് എനിക്ക് മനസ്സിലായി ഇനി പ്രൈസ് മേലോട്ട് പോകുന്നു. എടാ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ തന്നെ ബൈ ചെയ്താൽ പോരെ? 400-ന് പ്രൈസ് കൂടി കഴിയുമ്പോൾ ഞാനത് വിറ്റാൽ പോരെ? ഒരു 800 ഒക്കെ ആകുമ്പോൾ ഞാനത് വിറ്റു, എനിക്ക് പ്രോഫിറ്റ് ആയില്ലേ ഒരു 200. അപ്പൊ ഇങ്ങനെയാണ് ട്രേഡിങ് വർക്ക് ആവുന്നത്. അപ്പൊ ട്രേഡിങ്ങിൽ നമ്മൾ ബൈയും സെല്ലും ആണ് ചെയ്യുന്നത്. സെൽ എപ്പോഴാണ് നമ്മൾ ചെയ്യുന്നത്? പ്രൈസ് കൂടി നിൽക്കുമ്പോൾ. ഇനി പ്രൈസ് താഴോട്ട് പോകും തോന്നുമ്പോൾ, ഒരു പർട്ടിക്കുലർ പോയിന്റിൽ എത്തുമ്പോൾ പ്രൈസ് താഴോട്ട് പോകും നമുക്ക് തോന്നുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് സെല് ചെയ്യാം. എന്നിട്ട് ആ താഴെ എത്തിക്കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ബൈ ചെയ്യാം.
അതേപോലെ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ പ്രൈസിന് മേലോട്ട് പോകും നമുക്ക് തോന്നുവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ നമുക്ക് ബൈ ചെയ്യാം. മേലിൽ എത്തിക്കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, സെല് ചെയ്യാം. അപ്പൊ ഇനി ഇപ്പോഴത്തെ ഈ ഒരു പോയിന്റിൽ പ്രൈസിന് മേലോട്ടാണോ താഴോട്ടാണോ പോകുന്നത് എന്നുള്ള കാര്യം നമ്മൾ പ്രിഡിക്റ്റ് ചെയ്യണം. നമ്മളിവിടെ ഒരു പ്രിഡിക്ഷനാണ് നടത്താൻ പോകുന്നത്. അതാണ് ട്രേഡിംഗ് എന്ന് പറയുന്നത്. അതാണ് നമുക്ക് വേണ്ട ഒരു സ്കില്ല്. നമുക്കത് എങ്ങനെ പ്രിഡിക്റ്റ് ചെയ്യാം, ഇനി പ്രൈസ് മേലോട്ട് പോവോ താഴെ പോവോന്ന് എങ്ങനെ നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാം. ഇല്ലെങ്കിൽ ഇത് ഭയങ്കര എളുപ്പമല്ലേ. ഇത് നമുക്ക് എല്ലാവർക്കും ഇത് ഓൾറെഡി അറിയാമെങ്കിൽ ഭയങ്കര എളുപ്പമല്ലേ പരിപാടി. അപ്പൊ എങ്ങനെയാണ് ട്രേഡിങ് നടക്കുന്നതെന്ന് ക്ലിയർ ആണോ? എന്തുകൊണ്ടാണ് ഈ ബൈയിങ്ങും സെല്ലിങ്ങും ഒക്കെ വരുന്നതെന്നുള്ളത് ക്ലിയർ ആണോ? യെസ്. അപ്പൊ ഈ രീതിയിലാണ് ട്രേഡിങ് നടക്കുന്നത്. ഇൻവെസ്റ്റ്മെന്റ് ഇങ്ങനെയല്ല. ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ബൈ ചെയ്യാൻ മാത്രമേ പറ്റത്തുള്ളൂ. ട്രേഡിങ് പക്ഷെ അങ്ങനെയല്ല. ഓക്കെ, യെസ്. അപ്പൊ നമുക്കിത് നോക്കാം എങ്ങനെയാണ് നമുക്ക് ഇതൊന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്, എങ്ങനെയാണ് നമുക്കിത് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നത്. ഇന്നിപ്പോ ഗോൾഡിന്റെ പ്രൈസ് ഒരു $4,500 ആണെന്ന് വിചാരിക്കുക. അപ്പൊ ഞാൻ ഈ സമയത്ത് ഞാൻ ഫോൺ എടുത്ത് നോക്കി, ഗോൾഡിന്റെ പ്രൈസ് ഒരു 4,500 ആണെന്ന് തോന്നുക. അപ്പൊ ഞാൻ ഇനി എക്സ്പെക്ട് ചെയ്യുവാണ് ഈ പ്രൈസ് കൂടാൻ പോവാന്ന്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോ ബൈ ചെയ്യും അല്ലെ. ഇനി പ്രൈസ് അവിടെ നിന്ന് ഇനി കുറയാനാണ് സാധ്യതയുള്ളതെന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിലോ ഞാൻ അവിടെ നിന്ന് സെല് ചെയ്യും. അപ്പൊ ഞാനിത് എങ്ങനെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഞാനിത് എങ്ങനെയാണ് അനലൈസ് ചെയ്യുന്നത്? എടാ, നമ്മൾ ഈ ചെയ്യുന്ന അനാലിസിസിനെ നമ്മൾ വിളിക്കുന്ന പേര് ടെക്നിക്കൽ അനാലിസിസ് എന്നാണ്. ഒരു പർട്ടിക്കുലർ ഇൻസ്ട്രുമെന്റിന്റെ പ്രൈസ് ഇനി കൂടാനാണോ കുറയാനാണോ പോകുന്നതെന്ന് നമ്മൾ അനലൈസ് ചെയ്യുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ടെക്നിക്കൽ അനാലിസിസ്. ടെക്നിക്കൽ അനാലിസിസ്. നമ്മളിത് ഈ ചാർട്ടൊക്കെ നോക്കിയിട്ട് അത് ഐഡന്റിഫൈ ചെയ്യുന്നത്. ഇപ്പൊ നിങ്ങൾ ചാർട്ടുകൾ കണ്ടിട്ടുണ്ടാവല്ലോ. ഞാൻ ഇവിടെ ഒരു ചാർട്ട് ഇങ്ങനെ കാണിച്ചിട്ടുണ്ടോ, പ്രൈസ് ഇങ്ങനെ കൂടുന്നു കുറയുന്നു കൂടുന്നു കുറയുന്നു. അപ്പൊ അങ്ങനെ ചാർട്ടുകളുണ്ട്. ഇപ്പൊ ഈ ചാർട്ട് നോക്കിയിട്ടാണ് നമ്മളത് അനലൈസ് ചെയ്യുന്നത്, പ്രൈസിന് കൂടാനാണോ കുറയാനാണോ പോകുന്നത് എന്നുള്ള കാര്യം. അപ്പൊ നമ്മൾ ആ നടത്തുന്ന അനാലിസിസിനെ നമ്മൾ വിളിക്കുന്ന പേര് ടെക്നിക്കൽ അനാലിസിസ് എന്നാണ്. ടെക്നിക്കൽ അനാലിസിസ്. അപ്പൊ ഈ ടെക്നിക്കൽ അനാലിസിസ് പറയുന്ന വാക്കിന്റെ മീനിങ് ക്ലിയർ ആണോ എല്ലാവർക്കും? എന്താണ് ടെക്നിക്കൽ അനാലിസിസ്? യെസ്. അപ്പൊ ഈ ഒരു ടെക്നിക്കൽ അനാലിസിസ് നടത്താൻ വേണ്ടിയിട്ട് നമ്മൾ മെയിൻ ആയിട്ട് നോക്കുന്നത് രണ്ട് കാര്യങ്ങളാണ്. ട്രെൻഡ്, അതുപോലെ സപ്പോർട്ട്, റെസിസ്റ്റൻസ്, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നോക്കുന്നത്. ട്രെൻഡ് എന്ന് പറഞ്ഞാൽ മാർക്കറ്റിന്റെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്താണ്, മാർക്കറ്റ് ഇപ്പോ പൊക്കോണ്ടിരിക്കുന്ന ഒരു മൂവ്മെന്റ് എന്താ, പ്രൈസ് കൂടിക്കൂടി പോവാണോ കുറഞ്ഞു കുറഞ്ഞു പോവാണോ, അതോ ഒരു പ്രൊഡക്റ്റിന്റെ പ്രൈസ് കൂടാണ്ട് ഇങ്ങനെ സ്റ്റേബിൾ ആയിട്ട് പൊക്കോണ്ടിരിക്കുവാണോ? ഇപ്പൊ നിലവില് പെട്രോളിന്റെ ഒക്കെ പ്രൈസിന്റെ അവസ്ഥ എന്താ, കൂടിക്കൊണ്ടിരിക്കുകയല്ലേ ചെയ്യുന്നത് അല്ലെ. ഒരു 2 ദിവസം കൂടുമ്പോൾ അല്ലെങ്കിൽ 3 ദിവസം കൂടുമ്പോഴൊക്കെ പ്രൈസ് ഇങ്ങനെ കൂടിക്കൂടി പോവുക ചെയ്യുന്നത് അല്ലെ. അപ്പൊ പെട്രോളിന്റെ അല്ലെങ്കിൽ ഓയിലിന്റെ ട്രെൻഡ് എന്താന്ന് ചോദിച്ചാൽ നമ്മൾ പറയും അപ് ട്രെൻഡ് ആണ്. ഓയിലിന്റെ ട്രെൻഡ് ഇപ്പൊ എന്താന്ന് ചോദിച്ചാൽ നമ്മൾ പറയും അപ് ട്രെൻഡ് ആണ്. അതിപ്പോ ഹോട്ടലിലെ ഫുഡ് ഐറ്റംസ്, ഇതിന്റെ ഒക്കെ വില ഇപ്പൊ കൂടിക്കൊണ്ടിരിക്കുകയല്ലേ ചെയ്യുന്നത്, ഈ യുദ്ധവും കാരണങ്ങളൊക്കെ വന്നപ്പോ. അപ്പൊ ഫുഡ് ഐറ്റംസിന്റെ ഒക്കെ ഇപ്പോഴത്തെ ട്രെൻഡ് എന്താ, പ്രൈസിന്റെ ട്രെൻഡ് എന്താന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും, അപ് ട്രെൻഡ് ആന്ന് പറയും. ഇനിയുടെ പ്രൈസ് കുറഞ്ഞു കുറഞ്ഞു വരുവാണെങ്കിൽ നമ്മൾ എന്ത് പറയും, ഡൗൺ ട്രെൻഡ്. ഡൗൺ ട്രെൻഡ്. അപ് ട്രെൻഡ് എന്ന് പറഞ്ഞാൽ വില കൂടിക്കൊണ്ടിരിക്കുകയാണെന്ന്, ഡൗൺ ട്രെൻഡ് എന്ന് പറഞ്ഞാൽ എന്താ, വില കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനി വില സ്റ്റേബിൾ ആയിട്ടിരിക്കുകയെന്ന് വിചാരിച്ചോ, കൂടുന്നുമില്ല കുറയുന്നുമില്ല, കോൺസ്റ്റന്റ് ആയിട്ട് ഇങ്ങനെ പോവുക. അങ്ങനെയാണെങ്കിൽ നമ്മളതിന് റേഞ്ച് എന്നാണ് വിളിക്കുന്നത്. റേഞ്ച്. റേഞ്ച്. അപ്പൊ അപ് ട്രെൻഡ് എന്ന് പറഞ്ഞാൽ പ്രൈസ് കൂടിക്കൊണ്ടേ ഇരിക്കുകയാണ്, ഡൗൺ ട്രെൻഡ് എന്ന് പറഞ്ഞാൽ എന്താ, പ്രൈസ് കുറഞ്ഞുകൊണ്ടേ ഇരിക്കുക. റേഞ്ച് എന്ന് പറഞ്ഞാലോ പ്രൈസ് ഇങ്ങനെ ഇങ്ങനെ സ്റ്റേബിൾ ആയിട്ട് പോവാണ്. അപ്പൊ ഇത് നമുക്ക് നോക്കാം, ടെക്നിക്കൽ അനാലിസിസിൽ ഇത് നമുക്ക് നോക്കാം. നിലവില് ചാർട്ട് നോക്കിയാൽ നമുക്ക് അറിയാം പ്രൈസ് കൂടിക്കൂടി വരുവാണോ അതോ കുറഞ്ഞു കുറഞ്ഞാണോ വരുന്നത്. പ്രൈസ് കൂടിക്കൂടി വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ബൈ ചെയ്താൽ മതി. ഇനിയും കൂടും നമുക്ക് എക്സ്പെക്ട് ചെയ്യാമല്ലോ. പ്രൈസ് കുറഞ്ഞു കുറഞ്ഞു വരുവാണെന്നുണ്ടെങ്കിലോ നമ്മൾ സെല് ചെയ്താൽ മതി, പ്രൈസ് ഇനിയും കുറയും നമുക്കറിയാം. പ്രൈസ് ഇങ്ങനെ കോൺസ്റ്റന്റ് ആയിട്ട് പോവാണെന്നുണ്ടെങ്കിലോ പ്രത്യേകിച്ച് നമ്മളൊന്നും ചെയ്തിട്ട് കാര്യമില്ല. കാരണം ഒരു മാറ്റം വരുന്നില്ലല്ലോ പ്രൈസിൽ, ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരുന്നുള്ളൂ. അവിടെ നമുക്ക് ലാഭം കിട്ടാൻ സാധ്യത കുറവാണ്. അപ്പൊ ഈ ട്രെൻഡുകൾ നമുക്ക് നോക്കിയാൽ പ്രൈസ് കൂടുകയാണോ കുറയണോ എന്നറിയാം. ഇതൊരു ടെക്നിക്കൽ അനാലിസിസ് ആണ് കേട്ടോ. അതുപോലെ സപ്പോർട്ട്, റെസിസ്റ്റൻസ്. ഇപ്പൊ ഞാൻ ഈ കൊടുത്തിരിക്കുന്ന ഈ ഒരു ഫോട്ടോയില് പ്രൈസ് ഇങ്ങനെ മേലോട്ട് കയറി കയറി പോകുന്നത് നിങ്ങൾക്ക് കാണാം. അപ്പൊ കയറി കയറി പോകുമ്പോൾ ഒരിക്കലും ഇതൊരു ലൈനായിട്ടല്ല പോകുന്നത് അല്ലെ. ആദ്യം കയറുന്നുണ്ട്, പിന്നെ കുറയുന്നുണ്ട്, പിന്നെ കയറുന്നുണ്ട്, കുറയുന്നുണ്ട്. ഒരു മല പോലെ ഇങ്ങനെ ഇങ്ങനെ പോവാ ചെയ്യുന്നത്. പ്രൈസ് ഇങ്ങനെ മേലെ ചെന്ന് കണ്ടോ, ഒരു പോയിന്റിൽ എത്തുമ്പോൾ പ്രൈസ് താഴോട്ട് വരും അല്ലെ. അപ്പൊ ആ മേളിലെ പോയിന്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റെസിസ്റ്റൻസ്.
റെസിസ്റ്റൻസ്. അതായത് ആ പ്രൈസ് ആ ഒരു പർട്ടിക്കുലർ ലെവലിൽ എത്തുമ്പോൾ എന്ത് ചെയ്തു? റെസിസ്റ്റ് ചെയ്തു, താഴോട്ട് വന്നു. ഇപ്പൊ നമ്മുടെ വീടിന്റെ ഒക്കെ മേൽക്കൂര, അതൊരു റെസിസ്റ്റൻസ് അല്ലേ? ഇപ്പൊ നമ്മളൊരു ബോൾ മേലിലേക്ക് എറിയുവാണെങ്കിൽ ആ മേൽക്കൂര തട്ടിയിട്ട് ബോൾ താഴോട്ട് വരും അല്ലേ? അപ്പൊ അതൊരു റെസിസ്റ്റൻസാ. അപ്പൊ പ്രൈസ് മേലിലോട്ട് പോകുമ്പോൾ ഒരു പർട്ടിക്കുലർ ലെവൽ എത്തുമ്പോൾ അത് എന്ത് ചെയ്യും? താഴോട്ട് എന്തായാലും വരും. അപ്പൊ ആ ലെവലെ നമ്മൾ വിളിക്കുന്നവരാണ് റെസിസ്റ്റൻസ്. അതുപോലെ ഇവിടെ നോക്കിയേ, പ്രൈസ് എന്നിട്ട് താഴോട്ട് വന്നിട്ട് ഒരു പോയിന്റിൽ എത്തുമ്പോൾ എന്ത് ചെയ്തു? പിന്നെ മേലോട്ട് പോയി. അപ്പൊ ആ താഴത്തെ ആ പോയിന്റ് നമ്മൾ വിളിക്കുന്നവരാണ് സപ്പോർട്ട്. അതിപ്പോ ബോൾ നമ്മൾ നിലത്തോട്ട് ഇട്ടു, അപ്പൊ നമ്മുടെ ഫ്ലോർ ആണ് സപ്പോർട്ട്. ഫ്ലോറെ തട്ടി എന്ത് ചെയ്യും? പ്രൈസ് എപ്പോഴും മേലോട്ട് പോകും, അല്ലെങ്കിൽ ബോൾ എപ്പോഴും മേലോട്ട് പോകും. അപ്പൊ പ്രൈസ് എപ്പോഴും ഇങ്ങനെ ഒരു റെസിസ്റ്റൻസിൽ നിന്ന് ഒരു സപ്പോർട്ടിലേക്ക് ഇങ്ങനെയാ പൊക്കോണ്ടിരിക്കുന്നത്. റെസിസ്റ്റൻസിൽ എത്തുന്നു, സപ്പോർട്ടിലേക്ക് വരുന്നു, പിന്നെ റെസിസ്റ്റൻസിലേക്ക് എത്തുന്നു, പിന്നെ സപ്പോർട്ടിലേക്ക് വരുന്നു. അപ്പൊ ഏത് പോയിന്റിൽ എത്തുമ്പോഴാണോ പ്രൈസ് താഴോട്ട് വരുന്നത് ആ പോയിന്റ് ആണ് നമ്മുടെ റെസിസ്റ്റൻസ്. ഏത് പോയിന്റിൽ എത്തുമ്പോഴാണോ പ്രൈസ് മേലോട്ട് പോകുന്നത് അതാണ് നമ്മുടെ സപ്പോർട്ട്. ഇതാണ് ഈ റെസിസ്റ്റൻസിന്റെയും സപ്പോർട്ടിന്റെയും മീനിങ്. ഇത് നമുക്ക് കണ്ടുപിടിക്കാം, എവിടേക്കായിരിക്കും റെസിസ്റ്റൻസ് ഉള്ളത്, എവിടേക്കായിരിക്കും സപ്പോർട്ട് ഉള്ളത്. ഇത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുവാണെങ്കിൽ പരിപാടി എളുപ്പമല്ലേ? റെസിസ്റ്റൻസ് എത്തുമ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? സെല്ല് ചെയ്താൽ മതി. എന്നാൽ റെസിസ്റ്റൻസിൽ എത്തിക്കഴിഞ്ഞാൽ പ്രൈസ് എന്ത് ചെയ്യും? താഴോട്ട് വരുമല്ലോ. അതുപോലെ സപ്പോർട്ടുകൾ നമുക്ക് കണ്ടെത്താൻ പറ്റുവാണെങ്കിൽ എളുപ്പമല്ലേ? കാരണം സപ്പോർട്ടിൽ എത്തിയ പ്രൈസ് മേലോട്ട് പോകും നമുക്കറിയാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി? അവിടെ നിന്ന് ബൈ ചെയ്താൽ മതി. അപ്പോൾ ഈ ട്രെൻഡ് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ സപ്പോർട്ടും റെസിസ്റ്റൻസും ഒക്കെ കണ്ടുപിടിക്കുക, ഇതിനൊക്കെയാണ് നമ്മൾ ഈ ടെക്നിക്കൽ അനാലിസിസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയോടാ? ഒരു ഐഡിയ കിട്ടിയോ എന്താണ് ഈ ടെക്നിക്കൽ അനാലിസിസ് നമ്മൾ ചെയ്യുന്നതെന്ന്? ക്ലിയർ ആണോ? യെസ്. അപ്പൊ ഈ ഒരു ടെക്നിക്കൽ അനാലിസിസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പല മെത്തഡോളജീസ് യൂസ് ചെയ്യാറുണ്ട്, പല കൺസെപ്റ്റുകൾ യൂസ് ചെയ്യാറുണ്ട്. അതിൽ ചില എക്സാമ്പിൾസ് ഒക്കെയാണ് താഴെ എഴുതിയിരിക്കുന്നത്. പ്രൈസ് ആക്ഷൻ, സ്മാർട്ട് മണി കൺസെപ്റ്റ്, ICT കൺസെപ്റ്റ്, ഇൻഡിക്കേറ്റേഴ്സ്. അപ്പൊ ഇങ്ങനെയുള്ള ചില മെത്തഡോളജീസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ സപ്പോർട്ട്, റെസിസ്റ്റൻസ് എവിടെയാണ്, അല്ലെങ്കിൽ ട്രെൻഡ് എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഞാൻ ഇതിൽ യൂസ് ചെയ്യുന്ന പ്രൈസ് ആക്ഷൻ എന്ന് പറയുന്ന ഒരു മെത്തഡോളജിയാണ്. ആ ഒരു കൺസെപ്റ്റാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതെല്ലാം വർക്കിംഗ് ആണ് കേട്ടോ, ഇതെല്ലാം വർക്കിംഗ് ആണ്. ഇതെല്ലാം തമ്മിൽ കണക്ഷനും ഉണ്ട്. ഞാൻ ഈ സ്മാർട്ട് മണി കൺസെപ്റ്റും പഠിച്ചിട്ടുണ്ട്. ഇതെല്ലാം പല രീതിയിൽ നമ്മൾ സപ്പോർട്ടുകളെയും റെസിസ്റ്റൻസിനെയും കണ്ടുപിടിക്കുന്നേ ഉള്ളൂ. പ്രൈസ് ആക്ഷൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എവിടെയാണ് സപ്പോർട്ട് ഉള്ളത്, എവിടെയാണ് റെസിസ്റ്റൻസ് ഉള്ളതെന്ന് കണ്ടുപിടിക്കാം. അതുപോലെ ഈ SMC യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എവിടെയാണ് സപ്പോർട്ട് ഉള്ളത്, എവിടെയാണ് റെസിസ്റ്റൻസ് ഉള്ളതെന്ന് കണ്ടുപിടിക്കാം. ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്തുകൊണ്ട് എവിടെയാണ് സപ്പോർട്ട് ഉള്ളത്, എവിടെയാണ് റെസിസ്റ്റൻസ് ഉള്ളതെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. ഇതെല്ലാം യൂസ് ചെയ്തുകൊണ്ട് ബേസിക്കലി നമ്മൾ കണ്ടുപിടിക്കുന്നത് എന്താ? എവിടെയൊക്കെയാണ് സപ്പോർട്ടുകളും റെസിസ്റ്റൻസും ഉള്ളത്, എന്തൊക്കെയാണ് ട്രെൻഡുകൾ ഇപ്പോൾ ഉള്ളത്, ഇതൊക്കെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഏത് മെത്തേഡ് വേണേലും നമുക്ക് യൂസ് ചെയ്യാന്നേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്കും ഇതിൽ ഏത് മെത്തേഡ് വേണേലും യൂസ് ചെയ്യാം, പഠിക്കാം. ഇതെല്ലാം നമുക്ക് ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ്. യൂട്യൂബിലൊക്കെ ആണെങ്കിലും, അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾ ChatGPT നോക്കുവാണെങ്കിലോ വെബ്സൈറ്റുകൾ നോക്കുവാണെങ്കിലോ ഒക്കെ ഈ പ്രൈസ് ആക്ഷന്റെ കൺസെപ്റ്റ് എന്താണ്, അല്ലെങ്കിൽ SMCയുടെ കൺസെപ്റ്റ് എന്താണ്, ICT കൺസെപ്റ്റ് എന്താണ്, ഇൻഡിക്കേറ്റേഴ്സ് എങ്ങനെ യൂസ് ചെയ്യാം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒരു കൺസെപ്റ്റ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രൈസിനെ പ്രിഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. എവിടേക്കാണ് സപ്പോർട്ടുകൾ ഉള്ളത്, എവിടേക്കാണ് റെസിസ്റ്റൻസുകൾ ഉള്ളത്, പ്രൈസിന്റെ ഇപ്പോഴത്തെ ട്രെൻഡ് എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒരു മെത്തേഡ് നമ്മൾ എന്തായാലും പഠിച്ചിരിക്കണം. പ്രൈസ് ആക്ഷൻ ആവാം, SMC ആവാം, ICT ആവാം, ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്യുന്നുള്ളതാവാം. അപ്പൊ ഇതിലെല്ലാം കിങ് എന്ന് പറയുന്നത് പ്രൈസ് ആക്ഷനാണ്. ഇതിലൊക്കെ ഏറ്റവും മെയിൻ സാധനം എന്ന് പറയുന്നത് പ്രൈസ് ആക്ഷൻ ആണ്. ഏറ്റവും സിമ്പിളും പ്രൈസ് ആക്ഷനാണ്. അപ്പൊ ആ ഒരു മെത്തേഡാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ ഒരു പരിപാടി എങ്ങനെയാണെന്ന് പിടികിട്ടിയോ? നിങ്ങൾ പഠിക്കേണ്ട ഒരു സാധനം എന്താണെന്നുള്ളത് പിടികിട്ടിയോ? ട്രേഡിങ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ഒരു കൺസെപ്റ്റ് എന്താണെന്നുള്ളത് പിടികിട്ടിയോ? യെസ്. അപ്പൊ എടാ, നിങ്ങൾക്ക് ഇതിൽ ഏത് കൺസെപ്റ്റ് വേണേലും പഠിക്കാം. ഇപ്പോൾ ഈ കൺസെപ്റ്റുകളാണ് ആക്ച്വലി ട്രേഡിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്സിലൊക്കെ ഇവർ പഠിപ്പിക്കുന്നത്. പല പല ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഇപ്പൊ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ, ട്രേഡിംഗ് പഠിപ്പിക്കുന്ന പല പല ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ഉണ്ട്. അവരൊക്കെ ഈ കൺസെപ്റ്റുകളാണ് പഠിപ്പിക്കുന്നത്. അപ്പൊ അത് ഏതെങ്കിലും ഒരു കൺസെപ്റ്റ് ആവാം. ചിലർ പ്രൈസ് ആക്ഷൻ ആയിരിക്കും നമ്മളെ പഠിപ്പിക്കുന്നത്, എന്നിട്ട് അത് ഉപയോഗിച്ചുകൊണ്ട് ട്രേഡ് ചെയ്യാനായിട്ടായിരിക്കും നമ്മളെ പഠിപ്പിക്കുന്നത്. ചിലർ SMC പഠിപ്പിച്ചിട്ട് അത് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ട്രേഡ് ചെയ്യാന്നുള്ളത് പഠിപ്പിക്കും. ചിലർ ICT ആയിരിക്കും, ചിലർ ഇൻഡിക്കേറ്റേഴ്സ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താന്ന് ഒരു ഐഡിയ നിങ്ങൾ തന്നെ ഉണ്ടാക്കിയെടുക്കണം. ഇപ്പൊ നിങ്ങൾക്ക് യൂട്യൂബിലൊക്കെ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാക്കാനായിട്ട് പറ്റും എങ്ങനെയാണ് ഇതിൻ്റെയൊക്കെ ഒരു ഐഡിയ എന്താണെന്നുള്ള കാര്യങ്ങൾ. അല്ലെങ്കിൽ ജസ്റ്റ് ChatGPTയിലൊക്കെ നോക്കി കഴിഞ്ഞാൽ പ്രൈസ് ആക്ഷൻ അല്ലെങ്കിൽ SMCയുടെ ഒക്കെ ഒരു കൺസെപ്റ്റ് നിങ്ങൾക്ക് അറിയാം. അപ്പൊ അതിലേതാ നമുക്ക് എളുപ്പമുള്ളത് നോക്കിയാൽ മതി. അത് പഠിപ്പിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിങ്ങൾക്ക് പോയി വേണമെങ്കിൽ അത് പഠിക്കാനായിട്ട് പറ്റും. ഇപ്പൊ പ്രൈസ് ആക്ഷൻ ആണ് നിങ്ങൾക്ക് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നതെങ്കിൽ പ്രൈസ് ആക്ഷൻ
യൂസ് ചെയ്തുകൊണ്ട് ട്രേഡിംഗ് പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഏതൊക്കെയാണെന്ന് തപ്പിയിട്ട് അത് നിങ്ങൾക്ക് പഠിക്കാം. ഇനി SMC ആണ് നിങ്ങൾക്ക് കുറച്ചും കൂടെ എളുപ്പമായിട്ട് തോന്നുന്നെങ്കിൽ SMC യൂസ് ചെയ്തുകൊണ്ട് ട്രേഡുകൾ എടുക്കുന്ന പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഏതാണോ അങ്ങനെയുള്ളിടത്തും നിങ്ങൾക്ക് പഠിക്കാം. അപ്പോൾ ഇതെല്ലാം വർക്കിംഗ് ആണ്, എല്ലാം ഏകദേശം സിമിലറുമാണ്. പക്ഷെ നമ്മൾ ചാർട്ടിനെ അനലൈസ് ചെയ്യുന്ന ഒരു രീതിയിൽ മാത്രം വ്യത്യാസം ഉണ്ടെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ഒരു മെയിൻ സാധനം. അപ്പോൾ ട്രേഡിങ്ങിലേക്ക് വരുമ്പോൾ ഒന്നും നമുക്ക് പഠിക്കാതെ വരാൻ പറ്റത്തില്ല, അത് ഗാംബ്ലിംഗ് ആയി പോകും. അപ്പോൾ ട്രേഡിങ്ങിനെ നമ്മൾ പ്രൊഫഷണലി കാണുന്ന സമയത്ത് നമ്മൾ ചില കാര്യങ്ങൾ പഠിച്ചിരിക്കണം. അതിലെ ഒരു മെയിൻ ടോപ്പിക്കാണ് ഈ കാര്യങ്ങൾ. ഇതിലേതിലും ഒരെണ്ണം നിങ്ങൾ ഫോക്കസ് ചെയ്താൽ മതി, എപ്പോഴും അത് തന്നെ ഫോക്കസ് ചെയ്താൽ മതി. ഓക്കെ, യെസ്. അപ്പോൾ അത് നമ്മൾ നോക്കി. അപ്പോൾ ഇനി നമുക്ക് ട്രേഡ് ചെയ്യണമെങ്കിൽ വേണ്ട ടൂളുകൾ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. ട്രേഡിങ്ങിനുള്ള ടൂളുകൾ കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഈ ഒരു ഫോട്ടോയിൽ കാണിച്ചിരിക്കുന്നതാണ് നമ്മുടെ ചാർട്ട് കേട്ടോ. പ്രൈസ് ഇങ്ങനെ മേലോട്ടും താഴോട്ടും ഒക്കെ പോകുന്നത് കണ്ടില്ലേ? ഇതാണ് നമ്മുടെ ചാർട്ട്. ഇതിനാണ് നമ്മൾ ഈ ചാർട്ട് എന്ന് വിളിക്കുന്നത്. ഈ ചാർട്ട് നോക്കിയിട്ടാണ് പ്രൈസ് ആക്ഷനൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഇനി പ്രൈസിന് എന്താണ് സംഭവിക്കാൻ പോകുന്നത്, ഇനി പ്രൈസിന് എന്താണ് സംഭവിക്കാൻ സാധ്യതയുള്ളത് എന്നുള്ളതൊക്കെ നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫോട്ടോയിൽ നിങ്ങൾ ജസ്റ്റ് നോക്കുവാണെങ്കിൽ കണ്ടോ, പ്രൈസ് ആണ്ട് ഇവിടെ എത്തി നിൽക്കുക അല്ലേ? ഇതിങ്ങനെ മേളിലോട്ട് പോയി താഴെ വന്നു, മേളിലോട്ട് പോയി താഴോട്ട് വന്നു, മേളിലോട്ട് പോയി താഴെ വന്നു, ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ഇവിടെ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാകുന്നുണ്ട്, ഇത് കണ്ടോ, ഇതൊരു മേലോട്ട് തന്നെ പൊയ്ക്കൊണ്ടിരിക്കുകയല്ലേ ചെയ്യുന്നത്. ഇതൊരു അപ് ട്രെൻഡാണ് നമുക്ക് പറയാം. മേളിപ്പോയി താഴെ വന്നു, മേളിപ്പോയി താഴെ വന്നു, മേളിപ്പോയി താഴെ വന്നു. ട്രെൻഡ് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ട്രെൻഡ് ഒരു അപ് ട്രെൻഡാന്ന് പറയാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ഇനിയും പ്രിഡിക്റ്റ് ചെയ്യാം, ഇനിയും ഫ്യൂച്ചറിൽ അപ്പോൾ അപ് ട്രെൻഡ് വരും. അപ്പോൾ അപ് ട്രെൻഡ് വരുമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? നമ്മൾ ആ സപ്പോർട്ടിൽ നിന്ന് ഒരു ബൈ ചെയ്താൽ മതി അല്ലേ? സപ്പോർട്ട് എത്തുമ്പോൾ ഒരു ബൈ ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ നമുക്ക് കൂടുതൽ പ്രോബിലിറ്റി ഉണ്ട് ലാഭം കിട്ടാനായിട്ട്. അപ്പം ഞാൻ ചെറുതായിട്ടൊന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനി നമുക്ക് നോക്കാം എന്തൊക്കെ ടൂളുകളാണ് വേണ്ടത് ട്രേഡ് ചെയ്യാനായിട്ട്. ആ കാര്യം കൂടെ നമുക്ക് നോക്കാം. നമുക്ക് ഈ ചാർട്ടുകൾ കാര്യങ്ങളൊക്കെ കാണാനായിട്ട് പറ്റുന്നത് ട്രേഡിംഗ് വ്യൂ എന്ന് പറയുന്ന ഒരു സൈറ്റിലാണ്. അപ്പം നിങ്ങൾക്ക് അതിൻ്റെ ആപ്ലിക്കേഷൻ വേണമെങ്കിൽ മൊബൈലിൽ ഡൗൺലോഡ് ചെയ്ത് നോക്കാം, ട്രേഡിംഗ് വ്യൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡെസ്ക്ടോപ്പിൽ നിന്നാണെങ്കിൽ ആ സൈറ്റിൽ കയറാനായിട്ട് പറ്റും. ട്രേഡിംഗ് വ്യൂ എന്നാണ് ആ ഒരു ആപ്ലിക്കേഷൻ്റെ പേര്. അതിൽ എല്ലാത്തിൻ്റെയും ചാർട്ടുകൾ അവൈലബിൾ ആണ്. ഗോൾഡിൻ്റെയും സിൽവറിൻ്റെയും കറൻസീസിൻ്റെയും ക്രിപ്റ്റോ കറൻസിയുടെയും ബിറ്റ്കോയിൻ്റെയും അതുപോലെ ഇന്ത്യൻ സ്റ്റോക്കുകളുടെ, ഇപ്പോൾ ആപ്പിളിൻ്റെ, റിലയൻസിൻ്റെ, ടാറ്റയുടെ എല്ലാത്തിൻ്റെയും ചാർട്ടുകൾ അതിൻ്റെ അകത്ത് അവൈലബിൾ ആണ്. അപ്പോൾ ട്രേഡിംഗ് വ്യൂ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ നമുക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിലുള്ള ചാർട്ടുകൾ നോക്കിയിട്ടാണ് നമ്മൾ അനാലിസിസ് ചെയ്യുന്നത്, ടെക്നിക്കൽ അനാലിസിസുകളൊക്കെ നമ്മൾ നടത്തുന്നത്. അപ്പോൾ അത് നിങ്ങൾ ട്രേഡിങ്ങിനെ ചെയ്യണമെന്നൊക്കെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നാണെങ്കിൽ ഇന്ന് തന്നെ നിങ്ങളത് ഡൗൺലോഡ് ചെയ്ത് വെച്ചു. യൂട്യൂബിലൊക്കെ വെറുതെ നോക്കിയാൽ മതി, ഹൗ ടു യൂസ് ട്രേഡിംഗ് വ്യൂ. ഒരുപാട് വീഡിയോകളൊക്കെ ഉണ്ട്. ഇപ്പോൾ ട്രേഡിംഗ് വ്യൂ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇനി അടുത്തത്, ട്രേഡിങ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫണ്ട് വേണമല്ലേ, പൈസ വേണമല്ലോ. അപ്പോൾ ഈ പൈസ നമ്മൾ എവിടെയെങ്കിലും ഡെപ്പോസിറ്റ് ചെയ്യണം, എന്നിട്ടാണ് നമ്മൾ ആ പൈസ ഉപയോഗിച്ചുകൊണ്ട് ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ ബാങ്ക് അക്കൗണ്ടിൽ നമ്മൾ പൈസ ഇടുമല്ലോ. അപ്പോൾ ബാങ്ക് അക്കൗണ്ടിൽ പൈസ കടന്നു കഴിഞ്ഞാൽ നമുക്കത് ഉപയോഗിച്ചുകൊണ്ട് ട്രേഡ് ചെയ്യാൻ പറ്റത്തില്ല. ബാങ്ക് അക്കൗണ്ടിൽ നമ്മളത് ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് മാറ്റണം. ഇപ്പോൾ ഡിമാറ്റ് അക്കൗണ്ട് എന്ന് പറയുന്നത് ബാങ്ക് അക്കൗണ്ട് പോലെ തന്നെ ഒരു അക്കൗണ്ടാണ്. അതിലേക്ക് നമ്മൾ പൈസ ഇടുന്നു, ആ പൈസ ഉപയോഗിച്ച് നമുക്ക് ട്രേഡ് ചെയ്യാം, ഇൻവെസ്റ്റ്മെൻറ്റും ചെയ്യാം. അപ്പോൾ അതാണ് ഈ ഡിമാറ്റ് അക്കൗണ്ട്. അപ്പോൾ ആ ഡിമാറ്റ് അക്കൗണ്ട് നമുക്കൊരു ബ്രോക്കറിൻ്റെ അടുത്തു നിന്നാണ് എടുക്കാനായിട്ട് വരുന്നത്. ഇപ്പോൾ നിങ്ങൾ ടി വിയിലൊക്കെ പരസ്യത്തിൽ കണ്ടിട്ടില്ലേ, ഗ്രോ ആപ്പ്, അതുപോലെ സെറോദ, ഇവരൊക്കെ ബ്രോക്കേഴ്സാണ്. ഇവർക്കൊക്കെ ഡിമാറ്റ് അക്കൗണ്ടുകളുണ്ട്. അപ്പോൾ ഇതിലേതെങ്കിലും ഒരു ബ്രോക്കറിൻ്റെ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക, അതിലേക്ക് നമ്മൾ പൈസ ഇടുക. അങ്ങനെയാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ ഗ്രോ ആപ്പും സെറോദയൊക്കെ എന്ന് പറയുന്ന ഇന്ത്യൻ ബ്രോക്കേഴ്സാണ്. അവരുടെ അക്കൗണ്ടിൽ പൈസ ഇട്ടാൽ നമുക്ക് ഫോറക്സ് ട്രേഡിങ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഫോറക്സ് ട്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻ്റർനാഷണൽ ബ്രോക്കേഴ്സിൻ്റെ അക്കൗണ്ടിൽ വേണം പൈസ ഇടാനായിട്ട്. അപ്പോൾ ഒരുപാട് ഇൻ്റർനാഷണൽ ബ്രോക്കേഴ്സ് ഒക്കെ ഉണ്ട്. അൽപാരി എന്നൊക്കെ പറയുന്ന ബ്രോക്കേഴ്സ് ഒക്കെ ഉണ്ട്. ഞാൻ ആ ഒരു ബ്രോക്കറിൻ്റെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അൽപാരി എന്നാണ് അതിൻ്റെ പേര് വരുന്നത്. അപ്പോൾ അങ്ങനെ ഏതെങ്കിലും ബ്രോക്കറിൻ്റെ അക്കൗണ്ട് മേടിക്കുക എന്ന് വെച്ചാൽ സൈൻ ഇൻ ചെയ്ത് കഴിയുമ്പോൾ അവരുടെ ഡിമാറ്റ് അക്കൗണ്ട് നമുക്ക് കിട്ടും. KYC ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ആ അക്കൗണ്ടിലേക്ക് നമുക്ക് പൈസ ഇടാം. എന്നിട്ട് ആ പൈസ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ട്രേഡിങ് ചെയ്യാം. ഇനി അതല്ലെങ്കിൽ ഫോറക്സ് ട്രേഡിങ്ങിൻ്റെ മറ്റൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, ഒരു വലിയ അഡ്വാൻറ്റേജ് ആണ്. ബ്രോക്കേഴ്സിന് പകരമായിട്ട് ഇവിടെ CFD ഫേമുകൾ അല്ലെങ്കിൽ ഫണ്ടിങ് ഫേമുകളുണ്ട്. ഫണ്ടിങ് ഫേം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ എനിക്ക് ഫണ്ടില്ല, ട്രേഡ് ചെയ്യാനായിട്ട് എനിക്ക് പൈസ ഇല്ല എന്ന് വിചാരിക്കുക. ഞാനൊരു 1500 രൂപ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്കൊരു 2.5 ലക്ഷം രൂപയുടെ അക്കൗണ്ട് കിട്ടും.
2.5 ലക്ഷം രൂപയുടെ അക്കൗണ്ട് കിട്ടും. ഞാനൊരു 5,000 രൂപ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്കൊരു 10 ലക്ഷം രൂപയുടെ അക്കൗണ്ട് കിട്ടും. അപ്പോൾ ഈ 10 ലക്ഷം രൂപയുടെ അക്കൗണ്ട് കിട്ടിയ എന്താ ഉപകാരമുള്ളത്? നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ ഒറ്റ 1% പ്രോഫിറ്റ് ഉണ്ടാക്കിയാൽ മതി. 1% പ്രോഫിറ്റ് ഉണ്ടാക്കിയാൽ തന്നെ 10,000 രൂപയാണ്. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. ഇത് മേടിക്കാനായിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് എത്ര പൈസ പോയിട്ടുള്ളൂ? വെറും 5,000 രൂപ. എത്ര നഷ്ടം വന്നാലും നമുക്ക് മാക്സിമം വരുന്ന ലോസ് 5,000 രൂപ. അതിൻ്റെ അപ്പുറത്തേക്ക് നമുക്കൊന്നും പോകാനായിട്ടില്ല. ലാഭം എന്തുമാത്രം വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കാം. റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ഈ ഒരു സ്കീമിന് ഭയങ്കര ഹൈ ആണ്. ഇപ്പം ഞാൻ ചെയ്യുന്നത് ഫണ്ടിങ് ഫേം ത്രൂ ഉള്ള ട്രേഡിംഗ് ആണ്. ഞാൻ ബ്രോക്കർ ത്രൂ ഉള്ളത് ചെയ്യുന്നില്ല. ഇപ്പോൾ ഫണ്ടിങ് ഫേം ത്രൂ ആണ് ഞാൻ ട്രേഡിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പം ഞാനൊരു 10 ലക്ഷം രൂപയുടെ അക്കൗണ്ടാണ് മേടിച്ചിട്ടുള്ളത്. എനിക്കതിന് വന്ന എക്സ്പെൻസ് പറയുന്നത് 5,000 രൂപയാണ്. അപ്പം 5,000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഇത്ര വലിയ ക്യാപിറ്റൽ നമുക്ക് കിട്ടുക ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് റിസ്ക് നമ്മൾ എടുക്കണ്ട. ഇപ്പം നമ്മുടെ ആകമൊത്തം 10,000 രൂപയേ ഉള്ളൂ. നമുക്ക് ലാഭം 10,000 വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ 100% റിട്ടേൺ നമുക്ക് കിട്ടണ്ടേ? അപ്പോൾ 100% റിട്ടേൺ കിട്ടണമെന്നുണ്ടെങ്കിൽ അത് ഭയങ്കര റിസ്ക്കാണ്. എടാ, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ലോകത്തെ ഏറ്റവും കൂടുതൽ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ട്രേഡേഴ്സിന്റെ ഒരു വർഷത്തെ ആവറേജ് റിട്ടേൺ എന്ന് പറയുന്നത് 40%. ലോകത്തെ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ട്രേഡിങ് ചെയ്യുന്ന ആൾക്കാരുടെ ആവറേജ് റിട്ടേൺ എന്ന് പറഞ്ഞാൽ 40%. 100% റിട്ടേൺ ഉണ്ടാക്കുക എന്നൊക്കെ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അത് എന്താ പറയുക, അതങ്ങനെ നടക്കുന്നൊരു കാര്യമല്ല. ഇമ്പോസിബിൾ നമുക്ക് പറയാൻ പറ്റില്ല, കാരണം ഇതിൻ്റെ ഒരു അവസരങ്ങൾ അത്രയും ഉള്ളത് കൊണ്ട്. പക്ഷെ അത് അത്രയും ഡിഫിക്കൽട്ടാണ്. 40% അല്ലെങ്കിൽ ഒരു 30% എന്നൊക്കെ പറയുന്നത് ഹ്യൂജ് റിട്ടേൺ ആണ്. അപ്പം നിങ്ങളിത് കമ്പയർ ചെയ്യേണ്ട ബാങ്കിൽ നിന്ന് നമുക്ക് കിട്ടുന്ന റിട്ടേൺ വെച്ചിട്ടാ. ബാങ്ക് അക്കൗണ്ടിൽ നമ്മളൊരു FD ഇട്ടാൽ പോലും എത്ര നമുക്ക് കിട്ടുന്ന റിട്ടേൺ? 7%. അവിടെയാണ് നമുക്ക് ഈ ഒരു 30%, ഒരു 40% ഒക്കെ റിട്ടേൺ കിട്ടുന്നത്. അപ്പൊ നമുക്ക്, ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ ക്യാപിറ്റൽ കൂടുന്നതനുസരിച്ച് നമുക്ക് റിസ്ക് കുറച്ചുകൊണ്ട് കൂടുതൽ പൈസ ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പൊ ക്യാപിറ്റൽ ഉള്ളപ്പോഴാണ് റിസ്ക് കുറവ് ആക്ച്വലി ട്രേഡിങ്ങിൽ. കാരണം നമ്മൾ കുറച്ച് ഫോക്കസ് ചെയ്താൽ മതി. 0.5% അല്ലെങ്കിൽ 1% മാത്രം നമ്മൾ ഫോക്കസ് ചെയ്താൽ മതി. ഒരു മാസം നമ്മൾ 1% ഉണ്ടാക്കിയാലും മതി അല്ലേ? ഒരു പാർട്ട് ടൈം ആയിട്ടാണെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ഞാൻ എപ്പോഴും എൻ്റെ ട്രേഡ് ചെയ്യുന്ന സമയത്ത് എൻ്റെ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ 1%. ഞാനൊരു ട്രേഡ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ 1% പ്രോഫിറ്റ് ആകുമ്പോൾ ഞാൻ അവിടെ നിന്ന് ഇറങ്ങും. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഒരു മാസം വേണമെങ്കിൽ എനിക്ക് 1% കിട്ടിയാൽ മതി. അങ്ങനെ എല്ലാ മാസവും 1% വെച്ച് കിട്ടുവാണെങ്കിൽ 12% റിട്ടേൺ ആയില്ലേ? അപ്പൊ ക്യാപിറ്റൽ കൂടുന്നതനുസരിച്ച് നമുക്ക് റിസ്ക് കുറയ്ക്കാനായിട്ട് പറ്റും. നമുക്ക് കുറേ കൂടെ സേഫ് ആയിട്ട് ട്രേഡ് ചെയ്യാനായിട്ട് പറ്റും. അവിടെയാണ് ഈ CFD ഫേമുകൾ അല്ലെങ്കിൽ ഫണ്ടിങ് ഫേമുകൾ റെലവെന്റ് ആവുന്നത്. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു സ്റ്റുഡൻസ് ആയിട്ടുള്ളവർക്കും അതുപോലെ ഒരുപാട് ഫണ്ട് കയ്യിലില്ലാത്തവർക്കും ഒക്കെ ഇതൊരു ബെസ്റ്റ് ഓപ്ഷനാണ്. ചെറിയ പൈസ കൊടുത്ത് വലിയ അക്കൗണ്ട് മേടിക്കുക, ആ വലിയ അക്കൗണ്ട് യൂസ് ചെയ്തുകൊണ്ട് ട്രേഡ് ചെയ്യുക. അപ്പം ഇതിന് കുറച്ച് ലിമിറ്റേഷൻസും ഉണ്ട്. അതിലേക്ക് നമുക്ക് പിന്നീട് വരാം. ഇതിന് കുറേ ലിമിറ്റേഷൻസും ഉണ്ട്. ഇങ്ങനെ ഒരു വലിയൊരു സാധ്യത നിങ്ങളുടെ മുമ്പിലുണ്ട്, അത് ഞാനൊന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ രണ്ടാമത് നമുക്ക് വേണ്ട റിക്വയർമെന്റ് ഇതാണ്. ഒരു ഫണ്ടിങ് ഫേമിന്റെ അക്കൗണ്ട് അല്ലെങ്കിൽ ഒരു ബ്രോക്കറിന്റെ അക്കൗണ്ട് വേണം പൈസ ക്യാപിറ്റൽ ഇടാൻ വേണ്ടിയിട്ട്. ഇനി മൂന്നാമത് നമുക്ക് വേണ്ട ഒരു ടൂളാണ് MT5 എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ. ഫോറക്സിൽ നമുക്കൊരു ബൈ അല്ലെങ്കിൽ ഒരു സെല്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷനാണ് യൂസ് ചെയ്യുന്നത്. ഇതൊരു റിമോട്ടായിട്ട് കൺസിഡർ ചെയ്താൽ മതി. റിമോട്ടായിട്ട് ഇപ്പം നമുക്ക് TV ഓൺ ചെയ്യണമെങ്കിൽ ഓഫ് ചെയ്യണമെങ്കിലൊക്കെ നമുക്ക് റിമോട്ട് വേണ്ടേ? ചാനൽ മാറ്റണമെങ്കിലും വോളിയം കൂട്ടണമെങ്കിലും കുറയ്ക്കണമെങ്കിലൊക്കെ നമുക്ക് റിമോട്ട് വേണ്ടേ? അപ്പോൾ MT5 എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഒരു റിമോട്ടാണ്. ബൈ ചെയ്യാനും സെല്ല് ചെയ്യാനായിട്ടൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന റിമോട്ട്. അതാണ് നമ്മുടെ MT5. ഈ ഒരു ആപ്ലിക്കേഷനൂടെ വേണം. ഇത് ഫോറക്സ് ട്രേഡിങ്ങിനാണ് വേണ്ടത്. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഫോറക്സ് ട്രേഡിംഗ് ആയിട്ട് ബന്ധപ്പെട്ടാണ് കേട്ടോ. അപ്പോൾ ഫോറക്സ് ട്രേഡിംഗ് നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു 3 കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇതാണ് നമുക്ക് വേണ്ട 3 ടൂളുകൾ. ഒന്ന് ട്രേഡിംഗ് വ്യൂ. അത് നമ്മൾ എന്തിനാ യൂസ് ചെയ്യുന്നത്? ചാർട്ടുകൾ നോക്കാനായിട്ടും അനാലിസിസ് നടത്താനായിട്ടും ടെക്നിക്കൽ അനാലിസിസ് ഒക്കെ നടത്താൻ വേണ്ടി. 2, ഒരു ഫണ്ടിങ് ഫേമിന്റെ അക്കൗണ്ട് വേണം അല്ലെങ്കിൽ ഒരു ബ്രോക്കറിന്റെ അക്കൗണ്ട് വേണം. അതെന്തിനു വേണ്ടിയിട്ടാണ്? ക്യാപിറ്റലിന് വേണ്ടിയിട്ട്, ട്രേഡ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പൈസ. 3, MT5. അതൊരു റിമോട്ടാണെന്ന് വിചാരിച്ചാൽ മതി. അതിൽ നമുക്ക് ബൈ ചെയ്യാം, സെല്ല് ചെയ്യാം. ഇത് ക്ലിയർ അല്ലേ? ഇതിൽ ഇനി ആർക്കെങ്കിലും സംശയം ഉണ്ടോ ചോദിക്കാനായിട്ട്? യെസ്. എടാ, ഇനി ട്രേഡിങ്ങിൽ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഇതിപ്പോൾ തുടക്കത്തിൽ ഞാൻ പറയുന്ന അത്രയും ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് റിസ്ക് മാനേജ്മെന്റ്.
നമുക്കുണ്ടാകുന്ന നഷ്ടത്തിനെ നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റണം. ഇപ്പം ഞാനൊരു ട്രേഡിൽ കയറുന്ന സമയത്ത് എനിക്കൊരു നഷ്ടം വരുവാണെന്നുണ്ടെങ്കിൽ, വേസ്റ്റ് കേസ് സിനാരിയോയിൽ എനിക്ക് നഷ്ടം വരുവാണെന്നുണ്ടെങ്കിൽ അത് മാക്സിമം ഒരു 0.5% ആയിരിക്കും. എൻ്റെ ക്യാപിറ്റലിൻ്റെ 0.5% എനിക്ക് നഷ്ടപ്പെടുകയുള്ളൂ. ഞാൻ അങ്ങനെയാണ് എൻ്റെ ട്രേഡിങ്ങിലേക്ക് കയറുന്നത്. ഞാൻ എപ്പോൾ ഒരു സാധനം ബൈ ചെയ്യാനായിട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ, ബൈ ചെയ്ത പ്രൈസ് മേലോട്ട് പോകണം അല്ലേ. ഇനി ഇൻ കേസ് പ്രൈസ് താഴോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ എനിക്ക് വരാൻ പോകുന്ന നഷ്ടം മാക്സിമം എത്രയേ ഉള്ളൂ, ഒരു 0.5% മാത്രമേ ഉള്ളൂ. അതിന് മേലോട്ട് ഒരിക്കലും അത് വരികയില്ല. ഞാൻ ആ രീതിയിലാണ് എൻ്റെ ട്രേഡ് സെറ്റ് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് എനിക്ക് നഷ്ടം വന്നാലും, ഒരു ട്രേഡ് എനിക്ക് നഷ്ടം വന്നാലും എത്ര വരുള്ളൂ, 0.5. ഞാൻ പറഞ്ഞു എനിക്ക് ലാഭം വന്നാൽ ഞാൻ എപ്പോഴും എന്താ ശ്രദ്ധിക്കുക, 1% കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ്. അപ്പം ലാഭം വന്നാൽ എനിക്ക് 1% കിട്ടും, നഷ്ടമാണെന്നുണ്ടെങ്കിൽ എനിക്ക് 0.5 വരുള്ളൂ. എടാ അപ്പം എഫക്റ്റീവ്ലി നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഞാൻ ഒരു ദിവസം 2 ട്രേഡ് എടുത്തു, ഒരെണ്ണം ലാഭം ഒരെണ്ണം നഷ്ടമായി, കുഴപ്പമില്ല, നെറ്റ് ഞാൻ പ്രോഫിറ്റില്ല. അപ്പം നമുക്ക് ലോസുകളെ മാനേജ് ചെയ്യാൻ പറ്റണം. എടാ പലർക്കും വരുന്നൊരു മിസ്റ്റേക്ക് ഇതാ, ലോസിനെ മാനേജ് ചെയ്യുന്നില്ല എന്നുള്ളൊരു കാര്യമാണ്. നമ്മൾ ബൈ ചെയ്യും, എന്തുകൊണ്ടാണ്, പ്രൈസ് കൂടുമെന്ന് എക്സ്പെക്ട് ചെയ്തിട്ട്. പക്ഷെ നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെ അല്ല, പ്രൈസ് താഴോട്ട് പോവാം. താഴോട്ട് പോകുമ്പോൾ നമ്മൾ പിന്നെ എന്ത് വിചാരിക്കും, കുറച്ചും കൂടെ കഴിയുമ്പോൾ മേലോട്ട് പോവുമായിരിക്കും. നമ്മളിതിങ്ങനെ വിചാരിച്ചിരിക്കും, പക്ഷെ പ്രൈസ് മേലോട്ട് പോകുമായിരുന്നു, ഇങ്ങനെ താഴോട്ടേ പോയിക്കൊണ്ടിരിക്കും. താഴോട്ട് പോകുന്നതനുസരിച്ച് നമുക്ക് നഷ്ടം കൂടിക്കൂടി പോവല്ലേ ചെയ്യുന്നത്. കാരണം ബൈ ചെയ്താൽ എപ്പോഴും നമുക്ക് ലാഭം വരുള്ളൂ, വില കൂടുമ്പോൾ അല്ലേ. എന്നല്ലേ നമ്മൾ സെല് ചെയ്യുമ്പോൾ നമുക്ക് ലാഭം വരുള്ളൂ. വില കുറഞ്ഞിട്ടാണ് വിൽക്കുന്നതെങ്കിൽ നമുക്ക് നഷ്ടമല്ലേ. വലിയ തുക കൊടുത്ത് മേടിച്ചു, കുറഞ്ഞ വിലയ്ക്ക് വിറ്റു. അപ്പൊ ഈ ലോസിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റണം, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ നമ്മൾ എപ്പോൾ ഒരു ട്രേഡിൽ കയറിയാലും നമുക്ക് എത്രയാണോ ലോസ് ഇൻകർ ചെയ്യേണ്ടത്, നമുക്ക് എത്രയാണോ നമ്മുടെ മാക്സിമം ലോസ്, അത് നമ്മൾ ആദ്യമേ തന്നെ സെറ്റ് ചെയ്ത് വെക്കണം. ഇതിനെയാണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് എന്ന് വിളിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എന്ത് ട്രേഡിൽ കയറിയാലും എനിക്ക് നഷ്ടം വന്നാൽ ഒരു 0.5% നഷ്ടം വരുള്ളൂ, അതിൻ്റെ അപ്പുറത്തേക്ക് പോകത്തില്ല. അപ്പം എൻ്റെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് അതാ, ആ ഒരു 0.5%. അപ്പം എപ്പോഴും നിങ്ങൾ തുടക്കം മുതലേ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ആണ്, നിങ്ങൾ എന്ത് ട്രേഡിൽ കയറിയാലും ഒരു സ്റ്റോപ്പ് ലോസ് ഉണ്ടാവണം. അതുപോലെ തന്നെ ലോസ് പ്രിവെന്റ് ചെയ്യാനുള്ള ഒരു അടുത്തൊരു മാർഗ്ഗമാണ്, നിങ്ങൾ തുടങ്ങുന്ന സമയത്ത്, ട്രേഡിങ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങളൊരു ഡെമോ അക്കൗണ്ട് ട്രേഡിങ് ചെയ്താൽ മതി. കാരണം ട്രേഡിംഗ് എന്ന് പറയുന്ന ഒരു സ്കില്ലാണ്. ഇത് ഡെവലപ്പ് ചെയ്ത് വരാൻ എന്തായാലും കുറച്ച് സമയം എടുക്കും. ഇപ്പോൾ ഡ്രൈവിംഗ് നമുക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, ഞാൻ ഇതുവരെ പഠിച്ചിട്ടില്ല. ഞാൻ ഇന്ന് വെറുതെ വണ്ടി എടുത്തുകൊണ്ട് അങ്ങ് ഇറങ്ങി കഴിഞ്ഞാൽ എനിക്ക് ക്ലിയർ ആയിട്ട് ഓടിക്കാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. ആക്സിഡന്റുകൾ ഉണ്ടാവും അല്ലേ. ആക്സിഡന്റ് ഉണ്ടാവാനുള്ള പ്രോബിലിറ്റിയാണ് ഭയങ്കര കൂടുതൽ. അതൊരു സ്കില്ലാണ് ഡ്രൈവിംഗ് എന്ന് പറയുന്നത്. അത് പയ്യെ പയ്യെ റെഡി ആവുള്ളൂ. ചിലപ്പോൾ 2 ആഴ്ച കൊണ്ട് ഞാനത് പഠിക്കും, ചിലപ്പോൾ 1 മാസം എടുക്കാം, ചിലപ്പോൾ 6 മാസം എടുക്കാം. എടാ ചിലർക്ക് ഡ്രൈവിംഗ് ചെയ്യാനുള്ള ഒരു സ്കിൽ ഇല്ലാത്തവരും ഉണ്ടല്ലേ. ചിലപ്പോൾ നിങ്ങളുടെ കൂട്ടുകാരോ അല്ലെങ്കിൽ റിലേറ്റീവ്സ് ഒക്കെ ഉണ്ടാവും, അവർക്ക് ഒരിക്കലും ചിലപ്പോൾ ഡ്രൈവ് ചെയ്യാൻ പറ്റണമെന്നില്ല. അങ്ങനെയുള്ളവരും ഉണ്ട്. ചിലർക്ക് ട്രേഡ് ചെയ്യാനുള്ള ഒരു സ്കില്ല് കാണത്തേ ഇല്ല. അതാരുടെ കുറ്റം കൊണ്ടൊന്നുമല്ല. അപ്പൊ ആ ഒരു സ്കില്ല് ഇല്ലെങ്കിൽ പിന്നെ നമ്മളിതിനെ പോകാൻ പാടില്ല. അപ്പൊ ട്രേഡിംഗ് എന്ന് പറഞ്ഞൊരു സ്കില്ലാണ്. ആ സ്കില്ല് നമ്മൾ ഡെവലപ്പ് ചെയ്ത് വരണം. അത് ത്രൂ പ്രാക്ടീസ് മാത്രമേ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഇതിന് കുറച്ച് സമയം വേണം. ഇപ്പൊ ഞാൻ ഒരു 2 വർഷം മുമ്പാണ് ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്തത്. ഒരു 6-7 മാസമായിട്ടേ ഉള്ളൂ ഞാനൊരു ബ്രേക്ക് ഇവനിൽ എത്തിയിട്ട്. പിന്നെയും കുറച്ച് 3-4 മാസമായിട്ടാണ് ഞാനൊന്ന് പ്രോഫിറ്റബിൾ ആവുന്നത്. അപ്പൊ ഇത്രയും നാളുകൾ എടുത്തു എനിക്കൊന്ന് പ്രോഫിറ്റബിൾ ആവാൻ വേണ്ടിയിട്ട്. നിങ്ങളുടെ കേസ് അങ്ങനെയാണെന്നില്ല, ചിലപ്പോൾ നിങ്ങൾ ഒരു 1-2 ആഴ്ച കൊണ്ട് പ്രോഫിറ്റബിൾ ആവുന്നവരുണ്ടാവാം. ഈ പ്രോഫിറ്റബിൾ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ചെയ്യുന്ന എല്ലാ ട്രേഡ് ലാഭത്തിലെത്തും എന്നുള്ളതല്ല. അത് ആരെക്കൊണ്ടും പറ്റത്തില്ല. ട്രേഡിംഗ് എന്ന് പറയുന്ന ഒരു പ്രിഡിക്ഷനാണ്. പ്രൈസ് മേലിലേക്ക് പോവാം, കുറയാം, പ്രിഡിക്റ്റ് ചെയ്യാനല്ലേ നമ്മളെ കൊണ്ട് പറ്റത്തുള്ളൂ. അത് തിരിച്ചൊക്കെ പോവാം, നമ്മൾ പ്രൊഡിക്റ്റ് ചെയ്യുന്ന പോലെ ആവണമെന്ന് ഒരു ഉറപ്പുമില്ല. അപ്പോൾ ഒരിക്കലും ഒരു ട്രേഡർക്കും 100% പ്രോഫിറ്റ് എന്തായാലും കിട്ടത്തില്ല, നഷ്ടങ്ങൾ ഉണ്ടാവും. അത് പാർട്ട് ഓഫ് ട്രേഡിംഗ് ആണ്. അപ്പോൾ ഇതൊരു ബിസിനസ് ആയിട്ടാണ് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടത്. ഒരു ബിസിനസ്സിൽ ലാഭം ഉണ്ടാവും, നഷ്ടം ഉണ്ടാവും അല്ലേ. പക്ഷെ വർഷം എൻഡ് ആവുന്ന സമയത്ത് നമ്മൾ നെറ്റ് പ്രോഫിറ്റ് ആണോ നോക്കിയാൽ മതി, അല്ലെങ്കിൽ ഒരു മന്ത് എൻഡ് ആകുമ്പോൾ നമ്മൾ നെറ്റ് പ്രോഫിറ്റ് ആണോ നോക്കിയാൽ മതി. ഇതേ നമ്മൾ ട്രേഡിങ്ങിന് നോക്കാവുള്ളൂ. ഇപ്പൊ ട്രേഡിംഗ് എന്ന് പറഞ്ഞൊരു പക്ക ബിസിനസ്സാണ്, വളരെ രസമുള്ളൊരു ബിസിനസ്സാണ്. വേറെ ആരെയും നമ്മൾ ബോധിപ്പിക്കേണ്ട കാര്യമില്ല. നമുക്ക് തലയുടെ മേളിൽ വേറെ ആരും ഇല്ല, നമുക്ക് എംപ്ലോയീസിന്റെ ആവശ്യമില്ല. നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാൻ പറ്റുന്നൊരു ബിസിനസ്സാണ്. അങ്ങനെ ഒരു പരിപാടി വേറെ ഇല്ല. ഞാൻ അന്വേഷിച്ച് നോക്കിയിട്ട് വേറെ എനിക്ക് കിട്ടിയിട്ടില്ല ഇത്രയും സുഖമുള്ളൊരു പരിപാടി. ഈ ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത്രയും സുഖമുള്ള ഒരു പരിപാടി വേറെ ഇല്ല. ഇപ്പം എനിക്കറിയാം നിങ്ങൾ പലരും ഈ ഒരു വെബിനാറിന് കൂടിയതും ഈ ഒരു കാര്യം അറിയാവുന്നതുകൊണ്ടല്ലേ.
സ്കില്ല് ഡെവലപ്പ് ആവണം. അത് ഡെവലപ്പ് ആയാൽ ഇത് ഈസിയാണ്. നമുക്ക് നമ്മുടെ ഇഷ്ടമുള്ളിടത്തു നിന്ന് നമുക്ക് ജോലി ചെയ്യാം. ഇഷ്ടമുള്ളത്ര സമയം ചെയ്താൽ മതി. ഇപ്പം ഞാൻ ചിലപ്പോൾ ദിവസം 1-2 ട്രേഡുകളൊക്കെ മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ. ചിലപ്പോൾ ചില ദിവസങ്ങളിൽ ഞാൻ ട്രേഡ് ചെയ്യാറുമില്ല. അതൊന്നും കുഴപ്പമില്ല. നെറ്റ് പ്രോഫിറ്റിൽ ഞാൻ എത്തിയാൽ പോരെ. എല്ലാ ദിവസവും ട്രേഡ് ചെയ്യണം നിർബന്ധമൊന്നുമില്ല. ചിലപ്പോൾ ഞാൻ രാവിലെ എണീറ്റ് ഒരു 1/4 മണിക്കൂർ കൊണ്ട് എനിക്ക് ലാഭം കിട്ടും. ഞാൻ ഉദ്ദേശിച്ച ഒരു 1% പ്രോഫിറ്റ് എനിക്ക് കിട്ടും. അങ്ങനെയാണെങ്കിൽ എൻ്റെ പരിപാടി തീർന്നു അന്നത്തെ. പിന്നെ ഞാൻ ട്രേഡിങ് ചെയ്യേണ്ട കാര്യമില്ല. ഇതെല്ലാം പോസിബിളാണ്. ആ ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്താൽ ഇതെല്ലാം പോസിബിളാണ്. പക്ഷെ ആ ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ എന്തായാലും സമയമെടുക്കും. അതൊരു ചെറിയ പരിപാടിയല്ല. നിങ്ങൾ ഇതിലേക്ക് ഇറങ്ങി കഴിയുമ്പോഴാണ് നിങ്ങൾക്കത് മനസ്സിലാവുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ എപ്പോഴും ട്രേഡിങ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഒരു ഡെമോ അക്കൗണ്ടിലായിരിക്കണം. അതാണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ നമുക്കിട്ട് പണി കിട്ടാം. അപ്പോൾ നിങ്ങളും ഡെമോ അക്കൗണ്ട് വേണം എടുക്കാനായിട്ട്. ഞാൻ ഈ പറഞ്ഞ ഈ MT5 എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ടല്ലോ, ഇതിൽ നമുക്കൊരു ഡെമോ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റും. നമുക്കൊരു 10 ലക്ഷം രൂപയുടെ ഡെമോ അക്കൗണ്ട്, 1 കോടി രൂപയുടെ ഡെമോ അക്കൗണ്ട് ഒക്കെ ഇതിൽ ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റും. ആ ഡെമോ അക്കൗണ്ടിൽ നമുക്ക് ട്രേഡിങ് ചെയ്ത് പഠിക്കാം. അപ്പോൾ MT5 എങ്ങനെയാണ് ഡെമോ അക്കൗണ്ട് എടുക്കേണ്ടത് എന്നുള്ളതൊക്കെ യൂട്യൂബിലൊക്കെ ഇഷ്ടംപോലെ വീഡിയോസ് ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോഴേ ചാടി കയറി ഒരു ബ്രോക്കറിൻ്റെ അടുത്ത് അക്കൗണ്ട് എടുക്കുകയോ അല്ലെങ്കിൽ ഒരു ഫണ്ടിങ് ഫേമിൻ്റെ അക്കൗണ്ട് എടുക്കുകയോ ഒന്നും ചെയ്യേണ്ട. നിങ്ങളിപ്പോൾ മെയിനായിട്ട് നോക്കേണ്ടത് ട്രേഡിംഗ് വ്യൂ ഡൗൺലോഡ് ചെയ്യുക. അതിലെങ്ങനെയാണ് അനാലിസിസ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നോക്കാം. അതുപോലെ MT5 നിങ്ങൾക്ക് വേണ്ടി ഡൗൺലോഡ് ചെയ്യാം. എന്നിട്ട് അതിലൊരു ഡെമോ അക്കൗണ്ട് എടുക്കാം. ഡെമോ അക്കൗണ്ട് പേയ്മെന്റ് ഒന്നും ഇല്ല, അത് ഫ്രീ ആണ്. ഈ 2 കാര്യം ആയി കഴിഞ്ഞാൽ അനാലിസിസ് നമുക്ക് പഠിക്കാൻ പറ്റും, സ്കില്ലും ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങളൊരു സ്കില്ല് ഡെവലപ്പായി നിങ്ങളൊന്ന് കോൺഫിഡൻ്റ് ആയി കഴിയുമ്പോൾ മാത്രമാണ് നിങ്ങളൊരു ബ്രോക്കറിൻ്റെ അടുത്തേക്ക് ആക്ച്വൽ പൈസ ഇറക്കേണ്ടത്, അല്ലെങ്കിൽ ഒരു ഫണ്ടിങ് ഫേമിൽ ആക്ച്വൽ പൈസ എടുക്കേണ്ടത്. അപ്പോൾ ഈ ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക. അങ്ങനെയാണ് നമ്മൾ ലോസിനെ മാനേജ് ചെയ്യേണ്ടത്. ഓക്കെ അല്ലേ? സംഭവം സെറ്റാണോ? എടാ അഡിക്ഷൻ, യെസ്, ട്രേഡിംഗ് എന്ന് പറയുന്ന ഒരു പക്കാ അഡിക്ഷൻ ഉള്ള ഒരു സാധനമാണ്. കാരണം എടാ ഒരു ട്രേഡിൽ നിന്ന് എത്ര വേണേലും ലാഭം ഉണ്ടാവാം. അതിനൊരു ലിമിറ്റ് ഇല്ല. 1 കോടിയോ 2 കോടിയോ 10 കോടിയോ 100 കോടിയോ വരെയൊക്കെ നമ്മൾ ചെയ്യുന്ന ഒരു ട്രേഡിൽ നിന്ന് നമുക്ക് ലാഭം ഉണ്ടാക്കാം. അപ്പൊ നമ്മുടെ കൺമുമ്പിൽ എടാ ഒറ്റ ഒരു സെക്കൻഡ് കൊണ്ട് 50,000, 1 ലക്ഷവും 2 ലക്ഷവും ഒക്കെ ലാഭം കിട്ടുന്നത് കാണുമ്പോൾ പിന്നെ നമുക്ക് വേറൊരു പണിക്ക് പോകാൻ പറ്റത്തില്ല. ഇത് അത്രയും അഡിക്ഷൻ ഉള്ളൊരു പരിപാടിയാണ്. അപ്പോൾ നിങ്ങൾ ട്രേഡിങ്ങിലേക്ക് ഇറങ്ങുന്ന സമയത്ത് നിങ്ങൾ സൂക്ഷ്യം കണ്ടും വേണം ഇറങ്ങാൻ. കാരണം ഇതിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒരു തിരിച്ചുപോക്ക് മിക്കവാറും ഉണ്ടാവുകയില്ല. വൺ സൈഡ് ട്രേഡർ ഓൾവേസ് സൈഡ് ട്രേഡറാ. കാരണം നമുക്കറിയാം ഇതിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി എന്തുമാത്രം ഉണ്ടെന്ന്. ആ ഓപ്പർച്യൂണിറ്റി കണ്ടു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് പിന്നെ ബാക്കി ജോലിയൊന്നും വേണ്ടാന്ന് തോന്നും. അപ്പം ഇത് ശ്രദ്ധിച്ച് അത്രയും സിസ്റ്റമാറ്റിക്കലി നമ്മൾ ഇറങ്ങണം. ആ ലാഭം കണ്ട് നമ്മൾ വെറുതെ ചാടി ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു 2 ആഴ്ചയൊക്കെ പഠിച്ചു ഇത് മതി ഇനിയിപ്പോൾ പൈസ ഇട്ട് ഇറങ്ങാം, ഒരിക്കലും നടക്കുന്ന കാര്യമല്ല. നമ്മൾ അബദ്ധത്തിൽ ചെന്ന് ചാടും. ഉള്ള പൈസ എല്ലാം നമ്മൾ കൊണ്ടുപോയി കളയും. അപ്പോൾ അഡിക്ഷൻ കുറയ്ക്കാനായിട്ട് ഇപ്പം ഞാൻ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, എടാ ഞാൻ കുറേ റൂളുകൾ ഫോളോ ചെയ്തിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ട്രേഡ് ചെയ്യുന്നതിന് എനിക്ക് എൻ്റെതായ റൂളുകളുണ്ട്. ഒരു ദിവസം ഞാൻ പറഞ്ഞു ഞാൻ 1-2 ട്രേഡുകൾ മാത്രമേ എടുക്കുകയുള്ളൂ. അത് ഞാൻ എന്നെ തന്നെ റെസ്ട്രിക്ട് ചെയ്തിരിക്കുന്നതാണ്. എനിക്ക് വേണമെങ്കിൽ പിന്നെയും ട്രേഡ് ചെയ്യാം. നമുക്ക് അങ്ങനെ ഒരു മനോഭാവമായിരിക്കും ഉള്ളത്. അപ്പം ഞാനത് റെസ്ട്രിക്ട് ചെയ്ത് വെച്ചിരിക്കുക. ഞാനത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യും. 2 ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ ഞാൻ ആ പരിപാടി നിർത്തും. 2 ട്രേഡ് നഷ്ടമായാലും എനിക്ക് കുഴപ്പമില്ല. 1% എനിക്ക് നഷ്ടം വരുന്നുള്ളൂ മാക്സിമം, അല്ലേ? അപ്പം ഞാൻ അതുകൊണ്ട് അങ്ങ് നിർത്തുന്നു. അപ്പം അങ്ങനെ നമുക്ക് റൂളുകൾ സെറ്റ് ചെയ്യാം പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ റൂളുകൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധി വരെ ഈ അഡിക്ഷൻ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ ഇപ്പോൾ ഞാൻ വീക്കിലി ഒരു ടാർഗറ്റ് സെറ്റ് ചെയ്യും. എനിക്കൊരു വീക്ക് ഒരു 3% ലാഭം മതി. ഇപ്പോൾ എനിക്ക് ഫസ്റ്റ് ഡേ മൺഡേ തന്നെ എനിക്ക് 3% ലാഭം കിട്ടി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ ആ വീക്ക് ട്രേഡ് ചെയ്യാല. കാരണം ആ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നതിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആണ് അത് പ്രിസേർവ് ചെയ്യാന്നുള്ളത്. കാരണം ഞാൻ ആദ്യം ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കി രണ്ടാമത്തേൽ ലോസ് വന്നു കഴിഞ്ഞാൽ അത് പോയില്ലേ, അതിൻ്റെ ഒരു പകുതിയോളം പോയില്ലേ. അപ്പോൾ പ്രോഫിറ്റ് ഉണ്ടാക്കിയാൽ മാത്രം പോരാ, നമ്മൾ അതിനെ വിഡ്രോ ചെയ്യാനായിട്ടും കൂടെ പഠിക്കണം, അത് പ്രിസേർവ് ചെയ്യാനായിട്ടും കൂടെ പഠിക്കണം. അതിന് ഇങ്ങനെയുള്ള കുറേ റൂളുകളാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെയൊക്കെ സെറ്റ് ചെയ്യാം. അതായത് ഒരു ദിവസം ഞാനൊരു 1 അവർ കൂടുതൽ ട്രേഡിങ്ങിന് വേണ്ടി സ്പെൻഡ് ചെയ്യില്ല. അങ്ങനെയുള്ള ട്രേഡിങ് ഈ പറയുന്ന മെത്തഡോളജീസ് ഒക്കെ നമുക്ക് പഠിക്കാം. അങ്ങനെയുള്ള മെത്തേഡുകളൊക്കെ നമുക്ക് വേണമെങ്കിൽ പഠിക്കാം. 1 അവർ മാത്രം ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ. ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നൊരു മെത്തേഡ് ആ ഒരു രീതിയിലാണ്. കാരണം ഞാൻ ജോലിയും കൂടെ ഉള്ളതുകൊണ്ടാണ് ഞാൻ ആ ഒരു രീതിയിൽ ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ 1 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 1.5 മണിക്കൂർ കൊണ്ട് എനിക്ക് 1-2 ട്രേഡിൽ കയറാനായിട്ട് പറ്റും. അത് കഴിഞ്ഞാൽ പരിപാടി നിർത്തുക.
അങ്ങനെയൊക്കെ നമ്മളിന്ന് കൺട്രോൾ ചെയ്യണം, കുറേ റൂളുകളൊക്കെ യൂസ് ചെയ്തിട്ട്. കാരണം പറഞ്ഞല്ലോ, ഈ ഒരു ട്രേഡിംഗ് ബിസിനസ്സിൽ വേറെ ആരും ഇല്ല, നമ്മുടെ മേളിലും ആരും ഇല്ല, നമ്മുടെ താഴെ ആരും ഇല്ല. നമ്മൾ കൺട്രോൾ ചെയ്യേണ്ടത് നമ്മൾ തന്നെ. സംഭവം സെറ്റല്ലേ? ഇതിനി വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ ആർക്കെങ്കിലും? യെസ്. എടാ, ഞാൻ യൂസ് ചെയ്യുന്ന പ്രോഫോം 5% എന്ന് പറയുന്ന 5%. അപ്പോൾ ഒരുപാട് ഫണ്ടിങ് ഫേമുകളുണ്ട്, ഒരുപാട് ഫണ്ടിങ് ഫേമുകളൊക്കെ ഉണ്ട്. അതിനെപ്പറ്റിയൊക്കെ നമുക്ക് വേണമെങ്കിൽ പിന്നീട് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. എല്ലാം നല്ല ഫേമുകളൊക്കെ തന്നെയാണ്. കുറച്ചെണ്ണമൊക്കെ ഉടായ്പുണ്ട്, കുറേ എണ്ണം ഉടായ്പും ഉണ്ട് കേട്ടോ. അപ്പം അതും ഫണ്ടിങ് ഫേം എടുക്കുമ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കണം. അതിലോട്ടൊന്നും ഇപ്പൊ പോകണ്ട, ഇപ്പൊ നിങ്ങൾ സ്റ്റാർട്ടിങ് സ്റ്റേജിലാണല്ലോ അല്ലേ? ഇനി സ്റ്റാർട്ടിങ് സ്റ്റേജ് കഴിഞ്ഞവരുണ്ട്, നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാനായിട്ടൊരു മെത്തേഡൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ ഉള്ളവർ വേണമെങ്കിൽ എനിക്ക് ഒന്ന് പേഴ്സണലി മെസ്സേജ് ചെയ്യുകയാണെങ്കിൽ ഏതാണ് നല്ല ഫേം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. ഓക്കെ, ഒരു സെക്കൻഡ് ഇടാ. യെസ്. അപ്പോൾ എടാ, ഇനി നമുക്ക് ട്രേഡിങ്ങിലെ കുറച്ച് കോമൺ മിത്തുകൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. എടാ, ഒന്ന്, ട്രേഡിങ് ഭയങ്കര ഈസിയാണ് എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ട്. ഇപ്പോൾ പലരും എന്ന് പറഞ്ഞാൽ ഞാൻ ഉൾപ്പെടെ ട്രേഡിങ്ങിലേക്ക് വരുന്നത് ഈ പല റീലുകളും പല വീഡിയോസും കണ്ടിട്ടാ. ഒരു ദിവസം കൊണ്ട് 2 ലക്ഷം രൂപയൊക്കെ ഉണ്ടാക്കുന്നു, പോയിട്ട് ഐഫോൺ എടുക്കുന്നു. അല്ലെങ്കിൽ ഒരു ദിവസം കൊണ്ട് 10 ലക്ഷം രൂപ ഉണ്ടാക്കുന്നു, അന്ന് തന്നെ പോയി കാർ എടുക്കുന്നു. അപ്പം ഇങ്ങനെയുള്ള കുറേ സാധനങ്ങൾ കണ്ടിട്ടാണ് ഞാൻ ട്രേഡിങ്ങിലേക്ക് വരുന്നത്. അപ്പം നമ്മളെല്ലാവരും ബേസിക്കലി പൈസ ഉണ്ടാക്കണം, അല്ലെ, ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആവണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് തന്നെയാണ് കൂടുതൽ പേരും ട്രേഡിങ്ങിലേക്ക് വരുന്നത്. പക്ഷെ ഒരിക്കലും ട്രേഡിംഗ് ഒരു ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇതിന്റെ റിട്ടേൺ എന്ന് പറയുന്നത് അത്രയും അൺലിമിറ്റഡാ. അത്രയും ഒരു റിട്ടേൺ കിട്ടണമെന്നുണ്ടെങ്കിൽ അത്രയും ഹാർഡും ആയിരിക്കും ഈ ഒരു പരിപാടി, അല്ലേ? ആ ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്ത് വരണമെങ്കിൽ ഇത് പാടാണ്. സ്കില്ല് ഡെവലപ്പ് ചെയ്ത് എടുക്കണമെന്നുണ്ടെങ്കിൽ ഇത് പാടാണ്. കാരണം ഇതിൻ്റെ അകത്ത് നമ്മുടെ സൈക്കോളജി ഉൾപ്പെടെ ഇൻക്ലൂഡഡ് ആണ്. ഇപ്പോൾ ഒരാളിപ്പോൾ എന്നോട് ചോദിച്ചു, എങ്ങനെയാണ് അഡിക്ഷൻ പ്രിവെന്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് അഡിക്റ്റഡ് ആവാതിരിക്കാൻ പറ്റുന്നത്? ഇത് അഡിക്റ്റഡ് ആയി പോവും. കാരണം നമ്മുടെ സൈക്കോളജി എങ്ങനെയാണ്, ഒരു നഷ്ടം വരുമ്പോൾ നമ്മൾ ഡൗൺ ആവും, ലാഭം ഉണ്ടാകുമ്പോൾ നമ്മൾ ഭയങ്കര മോട്ടിവേറ്റഡ് ആവും. ഇത് രണ്ടും അപകടമാണ് ട്രേഡിങ്ങിൽ. ഇങ്ങനെ വരാൻ പാടില്ല. നമുക്ക് ഒരുപാട് മോട്ടിവേറ്റഡും ആവാൻ പാടില്ല, ഒരുപാട് ഡൗണും ആവാൻ പാടില്ല. അപ്പൊ ഇതിനൊക്കെ മാനേജ് ചെയ്താലേ നമ്മളൊരു പ്രോഫിറ്റബിൾ ട്രേഡർ ആവുള്ളൂ. അപ്പൊ ഇതൊരിക്കലും ഒരു ഈസി മണി അല്ല, അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ഇതിന് അതിൻ്റെതായുള്ളൊരു മെത്തേഡ് ഉണ്ട്, അതിൻ്റെതായുള്ളൊരു സിസ്റ്റമാറ്റിക് രീതിയിൽ ഇത് പഠിച്ചാൽ മാത്രമേ നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പൊ സിസ്റ്റമാറ്റിക് രീതി തന്നെ പോകണം. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുന്നു, പലരും പല കാര്യങ്ങൾ പറയുന്നു, ഇതെല്ലാം കേട്ടിട്ട് എടുത്തു ചാടി നമ്മൾ പൈസ ഇറക്കി ട്രേഡ് ചെയ്യുകയല്ല ചെയ്യേണ്ടത്, സിസ്റ്റമാറ്റിക്കലി തന്നെ പോകണം. ഇനി രണ്ടാമത്, ഹ്യൂജ് ക്യാപിറ്റൽ വേണം എന്നുള്ളൊരു മിത്ത്. അപ്പം അതിനാണ് ഞാൻ പറഞ്ഞത്, ഈ പറയുന്ന CFD അല്ലെങ്കിൽ ഫണ്ടിങ് ഫേമുകളൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. നമുക്ക് അധികം ക്യാപിറ്റൽ ഇല്ലെങ്കിലും ചെറിയ നമ്മുടെ ഉള്ള 1500 രൂപ അല്ലെങ്കിൽ 2500 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 2 ലക്ഷം രൂപയുടെയും 5 ലക്ഷം രൂപയുടെയൊക്കെ അക്കൗണ്ട് മേടിക്കാം. അപ്പോൾ പോവുകയാണെന്നുണ്ടെങ്കിൽ അത്രയും പൈസ നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നുള്ളൂ. കിട്ടുവാണെന്നുണ്ടെങ്കിൽ ലാഭം ഒരുപാടാണ് താനും. മൂന്നാമത്, ട്രേഡേഴ്സ് നെവർ ലോസ്. ട്രേഡേഴ്സിന് നഷ്ടം ഉണ്ടാകുന്നില്ല, അതും വെറുതെയാണ്, അതും ഒരു മിത്ത് തന്നെയാണ്. എല്ലാ ട്രേഡേഴ്സിനും നഷ്ടം വരാറുണ്ട്. നമ്മൾ ആ നഷ്ടത്തിനെ എങ്ങനെ മാനേജ് ചെയ്യുന്നു എന്നുള്ളതാണ്. നഷ്ടത്തിനേക്കാളും കൂടുതൽ ലാഭം വന്നാൽ മതി. നമ്മളെപ്പോഴും നെറ്റ് പ്രോഫിറ്റ് ആണല്ലോ എടുക്കുന്നത്. അടുത്തത്, ട്രേഡിങ് ഗാംബ്ലിംഗ് ആണ്. ട്രേഡിങ് ഒരിക്കലും ഒരു ഗാംബ്ലിംഗ് അല്ല. ട്രേഡിങ് ഗാംബ്ലിംഗ് ആണെന്നുണ്ടെങ്കിൽ ബാങ്കുകളൊന്നും നമ്മൾ കൊടുത്തിരിക്കുന്ന പൈസ ഉപയോഗിച്ചുകൊണ്ട് അവർ ട്രേഡിങ് ചെയ്യാറല്ലേ. കാരണം നമ്മൾ സെക്യൂർ ആയിട്ട് വെക്കാനായിട്ടല്ലേ നമ്മുടെ FD ഒക്കെ ബാങ്കിലിടുന്നത്. ആ FD ഒക്കെ എടുത്ത് അവർ ട്രേഡിങ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഗാംബ്ലിംഗ് ആയതുകൊണ്ടാവുമോ? അവർ അത്രയും പണ്ടന്മാരല്ലല്ലോ. അപ്പം ഇതൊരു സ്കില്ലാണ്, ഇതൊരു പ്രൊഫഷനാണ്, അതുകൊണ്ടാണ് എല്ലാവരും ട്രേഡിങ് ചെയ്യുന്നത്. ഇനി അടുത്തത്, കൂടുതൽ ട്രേഡുകൾ ചെയ്താലേ കൂടുതൽ ലാഭം ഉണ്ടാവുള്ളൂ, അങ്ങനെയൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ല, എൻ്റെ കേസിൽ ഞാൻ മാക്സിമം 1-2 ട്രേഡ് മാത്രമേ ഒരു ദിവസം എടുക്കാറുള്ളൂ. അതൊക്കെ തന്നെ ധാരാളമാണ്. ഒരു മാസം ഒരു ട്രേഡ് എടുത്താൽ തന്നെ നമുക്ക് വേണമെങ്കിൽ ലാഭത്തിലെത്തിക്കാം. അപ്പോൾ ഒരുപാട് ട്രേഡുകളോ കാര്യങ്ങളൊന്നും എടുക്കേണ്ട കാര്യമില്ല.
അപ്പോൾ ഇതൊക്കെയാണ് ട്രേഡിങ്ങിന് കുറച്ച് കോമൺ ആയിട്ടുള്ള മിത്തുകൾ. അപ്പോൾ നിങ്ങളിത് ഈസി ആണെന്നുള്ള രീതിയിലേക്ക് വരരുത്. എനിക്ക് ഏറ്റവും പ്രധാനമായിട്ട് ഈ ഒരു വെബിനാറിലൂടെ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റുള്ള ഒരു കാര്യം അതാ. ഇതൊരിക്കലും ഒരു ഈസി മണി അല്ല. ഒരുപാട് പേർക്ക് ഒരുപാട് പൈസ പോയിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയാണ് ട്രേഡിംഗ് എന്ന് പറയുന്നത്. അതെല്ലാം ട്രേഡിങ്ങിന് ഒരു ഗാംബ്ലിംഗ് ആയിട്ട് കൺസിഡർ ചെയ്തുകൊണ്ടാണ്. പ്രോപ്പറായിട്ട് പഠിക്കാതെ ട്രേഡിങ്ങിന് വന്നതുകൊണ്ടാണ്. ട്രേഡിങ്ങിനെ സിസ്റ്റമാറ്റിക്കലി കൺസിഡർ ചെയ്യാത്തതുകൊണ്ടാണ്. അല്ലെങ്കിൽ അതിനൊരു ബിസിനസ് ആയിട്ട് കൺസിഡർ ചെയ്യാത്തതുകൊണ്ടാണ്. നമ്മളിതൊരു സ്കില്ലാണ്, അത് പഠിച്ചിട്ട് വേണം ചെയ്യാൻ. ആ രീതിയിൽ വരിക. ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു കോഴ്സ് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതിനൊരു 1 hour ആയിരിക്കും, 1 year ആയിരിക്കും അതിൻ്റെ ഒരു ടൈം പീരീഡ് അല്ലേ. ഒരു PG കോഴ്സ് വേണമെങ്കിൽ നമ്മൾ 2 വർഷം പഠിക്കേണ്ടി വരും. 2 വർഷം പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ PGയിലേക്ക് എത്തുന്നുള്ളൂ. അതേപോലെ തന്നെയാണ് ട്രേഡിങ്ങിനെ നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ട്രേഡിങ്ങിൻ്റെ കുറച്ച് കോമൺ മിത്തുകൾ. ഇനി ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ടോപ്പിക്സിൽ സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കതിനെപ്പറ്റി ഒന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അതിൽ ആദ്യമേ ഒരാൾ എന്നോട് ചോദിച്ചത്, ഞാൻ അതിനൊന്ന് ആൻസർ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം, എങ്ങനെയാണ് ഫ്രം സ്ക്രാച്ച് ട്രേഡിങ് പഠിക്കേണ്ടത് എന്നുള്ളൊരു കാര്യമാണ് അല്ലേ. അപ്പോൾ ഇവിടെ ട്രേഡിങ്ങിനെ പറ്റി ഒരു ഐഡിയ നമുക്കില്ലെങ്കിൽ, ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ട്രേഡിങ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം വേണ്ടത് ആ ഒരു ടെക്നിക്കൽ അനാലിസിസ് ചെയ്യാനായിട്ടുള്ള ഒരു സ്കില്ലാണ്. എങ്ങനെയാണ് ടെക്നിക്കൽ അനാലിസിസ് ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റെ ഒരുപാട് യൂട്യൂബ് വീഡിയോസും കാര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ കുറച്ച് ബേസിക് ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഒന്ന് സോർട്ട് ചെയ്തെടുത്തിട്ട് ഞാനൊന്ന് ഇടാം. അപ്പോൾ ആ വീഡിയോസ് എല്ലാം കണ്ടു കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എന്താണ് ടെക്നിക്കൽ അനാലിസിസ്, എന്താണ് പ്രൈസ് ആക്ഷൻ, അപ്പോൾ അങ്ങനെയുള്ള കുറച്ചൊരു ബേസിക് കാര്യങ്ങളൊക്കെ ഒരു ഐഡിയ കിട്ടും. അപ്പോൾ ആദ്യം ഈ ഒരു കൺസെപ്റ്റുകൾ പഠിക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. കൺസെപ്റ്റ് പഠിച്ചതിന് ശേഷം ഡെമോ അക്കൗണ്ട് എടുക്കുക. ഡെമോ അക്കൗണ്ടിൽ നമ്മൾ കൺസെപ്റ്റ് യൂസ് ചെയ്തുകൊണ്ട് ബൈയും സെല്ലും ചെയ്യുക. അപ്പോൾ അങ്ങനെ നമ്മൾ ബൈ ചെയ്യുമ്പോൾ ലാഭം കിട്ടുന്നുണ്ട്, സെല്ല് ചെയ്യുമ്പോൾ ലാഭം കിട്ടുന്നുണ്ട്. അങ്ങനെ ഒരു 1-2 മാസം നിങ്ങൾ നോക്കുക, കൺസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ലാഭം ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടോ, നെറ്റ് പ്രോഫിറ്റ്. അങ്ങനെ നെറ്റ് പ്രോഫിറ്റ് ഒരു 1-2 month നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിന് ശേഷം നിങ്ങൾക്ക് ഈ പറയുന്ന ഏതെങ്കിലും ബ്രോക്കറിൻ്റെ അക്കൗണ്ട് എടുക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഫണ്ടിങ് ഫേമിൻ്റെ അക്കൗണ്ട് എടുക്കുകയോ ചെയ്തിട്ട് അതിലേക്ക് മാറാം. അപ്പോൾ ഈ ഒരു 3 രീതിയിൽ വേണം ചെയ്യാൻ. അപ്പോൾ ആദ്യം കൺസെപ്റ്റ് പഠിക്കുക, എന്നിട്ടത് ഡെമോ അക്കൗണ്ട് എടുത്ത് പ്രാക്ടിക്കലി പ്രാക്ടീസ് ചെയ്ത് നോക്കുക, എന്നിട്ട് റിയൽ മണിയിലേക്ക് പോവുക. അപ്പോൾ കൺസെപ്റ്റ് പഠിക്കാൻ വേണ്ട വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ വേണമെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലൊന്ന് ഷെയർ ചെയ്ത് തരാം. ഓക്കെ അല്ലേ? അതെ, ഫോറക്സ് ട്രേഡിങ്ങിലാണ് ഈ CFD ഉള്ളത്, അല്ലെങ്കിൽ ഫണ്ടിങ് ഫേമുകളൊക്കെ ഉള്ളത്. യെസ് എടാ, പിന്നെ നിങ്ങളോട് ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം എനിക്ക് പറയാനുള്ളത്, ഫോറക്സ് ട്രേഡിങ് നമ്മൾ ഫോറിൻ കറൻസിയിലാണ് ചെയ്യുന്നതെങ്കിൽ അത് ഇന്ത്യയിൽ ഇല്ലീഗലാണ് കേട്ടോ. ഇന്ത്യയിൽ അത് ഇല്ലീഗലാണ്. ബ്രോക്കർ ത്രൂ ഇന്ത്യയിൽ ഇരുന്നുകൊണ്ട് നമ്മൾ ഫോറക്സ് ട്രേഡിങ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അത് ഇല്ലീഗലാണ്. പക്ഷേ ഈ പറയുന്ന ഫണ്ടിങ് ഫേം ത്രൂ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല. കാരണം ഫണ്ടിങ് ഫേം ആ രീതിയിൽ അവരത് ഡെവലപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇവിടെ ഫണ്ടിങ് ഫേമിൽ ആക്ച്വലി എന്താ നടക്കുന്നതെന്ന് വിചാരിച്ചാൽ, നമ്മളൊരു 1500 രൂപ കൊടുക്കുന്നു, അവർ നമുക്കൊരു 2.5 ലക്ഷം രൂപയുടെ അക്കൗണ്ട് തരുന്നു. ആ അക്കൗണ്ട് നമുക്ക് തന്നു കഴിഞ്ഞാൽ ആദ്യമേ നമ്മൾ അവരുടെ ഒരു ചലഞ്ച് പാസ്സാവണം. എല്ലാ ഫണ്ടിങ് ഫേമിനും ഒരു ചലഞ്ച് ഉണ്ടാവും. അപ്പോൾ ഈ ചലഞ്ച് എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, നമ്മൾ അവരെ പ്രോഫിറ്റ് ഉണ്ടാക്കി കാണിക്കണം. അപ്പോൾ അവർ പറയും ഒരു 10% പ്രോഫിറ്റ് നിങ്ങൾ ഉണ്ടാക്കി കാണിക്കണം, അല്ലെങ്കിൽ ഒരു 15% പ്രോഫിറ്റ് നിങ്ങൾ ഉണ്ടാക്കി കാണിക്കണം. അതിന് ടൈം പീരീഡ് ഒന്നുമില്ല, എത്ര സമയം വേണമെങ്കിലും നമുക്ക് എടുക്കാം. അപ്പം നമുക്ക് നമ്മുടെ ടൈം എടുത്ത് ആ ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കി കാണിച്ചു കഴിയുമ്പോൾ നമുക്ക് അവർ ലൈവ് അക്കൗണ്ട് തരും. ഈ ലൈവ് അക്കൗണ്ട് കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് വരുന്ന പ്രോഫിറ്റ് ഉണ്ടല്ലോ, അത് നമുക്ക് വിഡ്രോ ചെയ്യാം. ഫുൾ എമൗണ്ട് അല്ല, അതിൻ്റെ ഒരു 80% അല്ലെങ്കിൽ ഒരു 90% ആണ് നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റുന്നത്. അല്ലെങ്കിൽ അവർക്ക് നഷ്ടമല്ലേ. നമ്മുടെ അടുത്തൊന്ന് ചെറിയ പൈസ മേടിച്ച് അവർ വലിയ ക്യാപിറ്റൽ തന്നു ഫുള്ള് നമ്മൾ വിഡ്രോ ചെയ്തുകൊണ്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് നഷ്ടമല്ലേ. അതുകൊണ്ടാണ് അവർ അങ്ങനെ വെച്ചിരിക്കുന്നത്. നമ്മൾ ഉണ്ടാക്കുന്ന ലാഭത്തിൻ്റെ ഒരു 80% അല്ലെങ്കിൽ ഒരു 90% നമുക്ക് വിഡ്രോ ചെയ്യാം. അപ്പോൾ ഈ ഫണ്ടിങ് ഫേം ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണിത് ഇല്ലീഗൽ അല്ലാത്തതെന്ന് ചോദിച്ചാൽ, നമ്മൾ ആക്ച്വലി ഇവരുടെ ഒരു ചലഞ്ച് അല്ലേ പർച്ചേസ് ചെയ്യുന്നത്. നമ്മളവിടെ ചെയ്യുന്നത് ഫോറക്സ് ട്രേഡ് ആണെങ്കിലും ടെക്നിക്കലി നമ്മൾ അവരുടെ ഒരു ചലഞ്ച് പർച്ചേസ് ചെയ്തിട്ട് നമ്മൾ ആ ചലഞ്ച് വിൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സാലറി ആയിട്ടാണ് പ്രോഫിറ്റ് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് കയറുന്നത്. ഒരു സാലറി പോലെ നമ്മൾ അവർക്കൊരു സർവീസ് ചെയ്ത് കൊടുക്കുക. ആ സർവീസിൻ്റെ ഒരു സാലറി ആയിട്ടാണ് അവർ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ആ പൈസ കിട്ടുന്നത്. അല്ലാണ്ട് ഫോറക്സ് ട്രേഡിൻ്റെ പ്രോഫിറ്റ് എന്നുള്ള രീതിയിലല്ല. അതുകൊണ്ടാണ് CFD ത്രൂ അല്ലെങ്കിൽ ഫണ്ടിങ് ഫേം ത്രൂ ഇന്ത്യയിൽ നിന്ന് ചെയ്യുന്നതാണ് ഏറ്റവും സേഫ്.
ബ്രോക്കർ ത്രൂ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ, പക്ഷെ അത് ശരിക്കും പറഞ്ഞാൽ ഇല്ലീഗലാണ്. നമ്മൾ അങ്ങനെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ ബ്ലാക്ക് മണി ഒക്കെ നമ്മുടെ അക്കൗണ്ടിലൊക്കെ വരാൻ സാധ്യതയുണ്ട്. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഫ്രീസ് ആയിട്ടൊക്കെ പോകും. അതെ അതെ, നമ്മൾ ഇതിന് ടാക്സ് അടയ്ക്കേണ്ടി വരും. നമുക്ക് ഇവിടെ ഇന്ത്യയിൽ 12 ലക്ഷത്തിന് മേലെ നമുക്ക് ഇൻകം ഉണ്ടെങ്കിൽ നമ്മൾ ടാക്സ് അടയ്ക്കണ്ടേ. അപ്പം നമ്മളിതൊരു ബിസിനസ് ഇൻകം ആയിട്ട് കാണിച്ചിട്ടാണ് നമ്മൾ ടാക്സ് അടയ്ക്കുന്നത്. ഇപ്പം ഫണ്ടിങ് ഫേം ത്രൂ നമുക്ക് ഉണ്ടാക്കുന്ന പ്രോഫിറ്റ് ഇല്ലേ, അതിന് നമ്മൾ ടാക്സ് അടയ്ക്കണം. 12 ലക്ഷത്തിന് മേലെയാണെങ്കിൽ നമ്മളതൊരു ബിസിനസ് ഇൻകം ആയിട്ട് കാണിച്ചിട്ടാണ് നമ്മൾ ടാക്സ് അടയ്ക്കുക. യെസ്, പെർ ആനം. അതെ, ടാക്സ് നമ്മൾ ഒരു വർഷം കൂടുമ്പോൾ അടച്ചാൽ മതി. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. നിങ്ങൾ ബ്രോക്കർ ത്രൂ ഫോറക്സ് ട്രേഡിങ് ചെയ്യുന്നത് ഞാൻ അധികം പ്രൊമോട്ട് ചെയ്യില്ല. അതുകൊണ്ടാണ് ഞാനും അത് നിർത്തിയിരിക്കുന്നത്. കാരണം നമുക്ക് പ്രോഫിറ്റ് വിഡ്രോ ചെയ്യുന്ന മെത്തേഡുകളുണ്ട്, പക്ഷെ അതൊക്കെ ഒരു ഒരു രീതി നോക്കി കഴിഞ്ഞാൽ ബ്ലാക്ക് മണി ആണ്. പലരും പലതും പറയും, ക്രിപ്റ്റോ ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് നമുക്ക് ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറ്റാം. എങ്ങനെ വന്നാലും അതൊരു ബ്ലാക്ക് മണി ആണ്. ഫ്യൂച്ചറിൽ നമുക്ക് പ്രശ്നമൊന്നും ഉണ്ടാവാതിരിക്കുന്നതല്ല നമുക്ക് നല്ലത്. അപ്പം നിങ്ങൾ ഫോറക്സ് ട്രേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതല്ലെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം. എടാ, ഇപ്പോൾ നമ്മൾ ഫണ്ടിങ് ഫേം ത്രൂ ഒക്കെ ട്രേഡ് ചെയ്തു, നമുക്ക് അത്യാവശ്യം ലാഭമൊക്കെ കിട്ടുന്നുണ്ടെന്നാണെങ്കിൽ ഇപ്പോൾ ദുബായിലൊക്കെ ഇത് ലീഗലാണ് ബ്രോക്കർ ത്രൂ ചെയ്യുന്നത്. ഇന്ത്യ മാത്രമേ ഈ പ്രശ്നമുള്ളൂ. അപ്പോൾ അത് അവർ ചെയ്തിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ട്രേഡ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഫോറിൻ കറൻസി അല്ലേ. അപ്പോൾ ഫോറിൻ കറൻസി വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്ത്യൻ റുപ്പീസ് സ്പെൻഡ് ചെയ്യണം. അപ്പോൾ ഇന്ത്യൻ റുപ്പീസ് വെളിയിലോട്ട് പോകല്ലേ ചെയ്യുന്നത്. അപ്പോൾ അത് പ്രിവെൻറ്റ് ചെയ്യാനായിട്ടാണ് ഗവൺമെൻറ് ഫോറക്സ് ട്രേഡിങ് ഇന്ത്യയിൽ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വൺസ് പ്രോഫിറ്റബിൾ ആയി, ഇപ്പോൾ ഫണ്ടിങ് ഫേം ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് അത്യാവശ്യം ലാഭമൊക്കെ കിട്ടുന്നതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ദുബായിൽ വേണമെങ്കിൽ വെർച്വൽ കമ്പനിയൊക്കെ സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ കമ്പനി, ഫിസിക്കൽ കമ്പനി വേണമെന്നൊന്നുമില്ല, ഒരു വെർച്വൽ കമ്പനി സ്റ്റാർട്ട് ചെയ്യാം. എന്നിട്ട് ആ കമ്പനി യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ട്രേഡിങ് ചെയ്യാം ബ്രോക്കർ ത്രൂ തന്നെ. എന്നിട്ട് ആ പ്രോഫിറ്റ് നമുക്ക് നമ്മുടെ NRI അക്കൗണ്ടിലോട്ടൊക്കെ വിഡ്രോ ചെയ്തെടുക്കാനായിട്ടൊക്കെ പറ്റും. അപ്പോൾ ഭാവിയിൽ നിങ്ങളിത് അടിപൊളിയായിട്ടൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള പല ഓപ്പർച്യൂണിറ്റീസും ഉണ്ട്. ഇത് പോസിബിൾ ആണ് സംഭവം. യെസ്. എടാ, ട്രേഡിങ് ഞാൻ പഠിച്ചത്, ട്രേഡിങ്ങിലേക്ക് വരുന്ന സമയത്ത് എനിക്കും വലിയ ഐഡിയ ഒന്നും ഇല്ലായിരുന്നു. പിന്നെ ഞാൻ കുറേ യൂട്യൂബ് വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടു. പിന്നെ അതുപോലെ ഈ പറയുന്ന ChatGPT-യിലൊക്കെ നോക്കി, വെബ്സൈറ്റിലൊക്കെ നോക്കി. പിന്നെ 1-2 കൂട്ടുകാരുണ്ടായിരുന്നു ട്രേഡിംഗ് ഒക്കെ ചെയ്യുന്ന, അവന്മാരോടൊക്കെ കാര്യങ്ങൾ ചോദിച്ചു. അങ്ങനെ ഞാൻ ഭയങ്കര സ്ലോ ആയിട്ടാണ് ഇത് പഠിച്ചു വന്നത്. പിന്നെ പലതും ട്രൈ ചെയ്ത് നോക്കി, പല പല മെത്തേഡിൽ പ്രൈസ് ആക്ഷൻ ട്രൈ ചെയ്ത് നോക്കി, ഈ പറയുന്ന സ്മാർട്ട് മണി കൺസെപ്റ്റ് ട്രൈ ചെയ്ത് നോക്കി. അപ്പം അങ്ങനെ പലതും ട്രൈ ചെയ്ത് ട്രയൽ ആൻഡ് എററിൽ കൂടെ ഒരു മെത്തേഡ് കിട്ടി. അപ്പം അതുപോലെ ഞാൻ ഈ പല ഇൻഫ്ലുവൻസിൻ്റെ ഒക്കെ ഇതൊക്കെ നോക്കുമായിരുന്നു. ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ എങ്ങനെയാണ് ട്രേഡിങ് ചെയ്യുന്നത്, അവരെ യൂട്യൂബിലൊക്കെ വീഡിയോസ് ഒക്കെ ചെയ്യുമല്ലോ, ലൈവ് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യല്ലേ. അപ്പോൾ അവർ ആ മെത്തേഡ് എന്താണെന്ന് പറഞ്ഞു തരില്ല, പക്ഷേ അവരൊരു പർട്ടിക്കുലർ പ്രൈസിൽ നിന്ന് മേടിക്കുന്നത് കാണുമ്പോൾ എന്തുകൊണ്ടായിരിക്കും ആ ഒരു പ്രൈസിൽ നിന്ന് മേടിച്ചെന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ ഇങ്ങനെ ചാർട്ടൊക്കെ എടുത്ത് അനലൈസ് ചെയ്തൊക്കെ നോക്കുമായിരുന്നു. അങ്ങനെ ഒരു സെൽഫ് പ്രാക്ടീസിലൂടെ ഒരു മെത്തേഡ് ഇങ്ങനെ ഡെവലപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. പക്ഷെ ഞാൻ യൂസ് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത് ഞാൻ മാത്രം യൂസ് ചെയ്യുന്നതല്ല, അത് ഈ പറയുന്ന പ്രൈസ് ആക്ഷൻ ഉള്ളതാണ്. പ്രൈസ് ആക്ഷൻ ഒരുപാട് പേര് യൂസ് ചെയ്യുന്നതാണ്. അതായത് നമ്മൾ പ്രൈസ് ആക്ഷൻ ഉപയോഗിച്ചുകൊണ്ടേ നമുക്ക് ഈ ഒരു ഹോൾ കൺസെപ്റ്റും വേണ്ട ട്രേഡ് ചെയ്യാനായിട്ട്. ഒരു പർട്ടിക്കുലർ ഒരു എഡ്ജ് നമുക്ക് കിട്ടിയാൽ മതി. അതായത് ഇന്ന രീതിയിൽ പ്രൈസ് വരുവാണെന്നുണ്ടെങ്കിൽ ഇനി മേളിലോട്ട് പോകും, അല്ലെങ്കിൽ ഇന്ന രീതിയിൽ പ്രൈസും പോവുകയാണെന്നുണ്ടെങ്കിൽ പ്രൈസ് ആവട്ട് വരും. എടാ, ഒരു ഒറ്റൊരു എഡ്ജ് കിട്ടിയാൽ മതി നമുക്ക്. നമ്മളതിനെ എഡ്ജ് എന്നാണ് വിളിക്കുന്നത്. നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു ചെറിയൊരു പെർസെൻറ്റേജ് സാധ്യത, അത് നമ്മളിങ്ങനെ ത്രൂ പ്രാക്ടീസാണ് ഡെവലപ്പ് ചെയ്തെടുക്കുക. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ ട്രേഡിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ അവർ യൂസ് ചെയ്യുന്ന ഒരു എഡ്ജ് ഉണ്ടാവുമല്ലോ, അവർ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡ്, അത് നമ്മളെ അതുപോലെ തന്നെ പഠിപ്പിച്ചു തരും. പക്ഷെ അതങ്ങനെ പഠിച്ചാലും നമ്മളത് പ്രാക്ടീസ് ചെയ്താലേ നമ്മളതുമായിട്ട് സെറ്റ് ആവുള്ളൂ. കാരണം നമുക്ക് ആ ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യണം. അപ്പോൾ സെൽഫ് സ്റ്റഡി വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. ഫ്രീ ആയിട്ടുള്ള റിസോഴ്സുകൾ ഒരുപാടുണ്ട്. പക്ഷെ അത് കുറച്ച് ടൈം എടുക്കും, കാരണം നമ്മൾ തന്നെ ഇങ്ങനെ ട്രയൽ ആൻഡ് എററിൽ കൂടെ അല്ലേ പഠിച്ചു വരാൻ പറ്റുള്ളൂ. അതല്ലെങ്കിൽ ഈ ട്രേഡിംഗ് പഠിപ്പിക്കുന്ന ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി കഴിഞ്ഞാൽ അവർ യൂസ് ചെയ്യുന്ന ആ ഒരു മെത്തേഡ് എന്താണോ അത് അതേപോലെ നമ്മളെ പഠിപ്പിച്ചു തരും. പിന്നെ അത് പ്രാക്ടീസ് ചെയ്ത് നമ്മളൊന്ന് സെറ്റ് ചെയ്തെടുത്താൽ മതി. ട്രേഡിംഗ് കോഴ്സ് തുടങ്ങുമോ? ട്രേഡിംഗ് കോഴ്സ് തുടങ്ങാനുള്ള പ്ലാൻ ഇപ്പം ഇല്ലടാ.
കാരണം എൻ്റെ ഒരു മെത്തേഡ് നിങ്ങളെ പഠിപ്പിച്ചു തരണമെന്നുണ്ടെങ്കിൽ അത് പഠിപ്പിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ഞാൻ ആദ്യം ഒന്ന് ഫോർമാറ്റ് ചെയ്ത് എടുക്കണം. വൺസ് ആ ഒരു സംഭവം സെറ്റായി കഴിയുമ്പോൾ നമുക്ക് ആലോചിക്കാം. വേറെ എന്താണ് ചോദിക്കാനുള്ളത്? വേറെ ഇനി എന്താണ് ഡൗട്ട് ഉള്ളത്? അപ്പോൾ ഇതൊരു ഒരു ഒരു ഇൻട്രഡക്ഷൻ വെബിനാർ ആയിട്ട് മാത്രമേ ഞാൻ കൺസിഡർ ചെയ്തിട്ടുള്ളൂ. എന്താണ് ട്രേഡിംഗ് എന്നൊരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കുക. മെയിനായിട്ട് ട്രേഡിങ് നിങ്ങൾ കൊണ്ടുപോയി പൈസ കളയാൻ പാടില്ല. അപ്പോൾ അത് നിങ്ങളൊന്ന് പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇതുവഴി നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിച്ചത്. എനിക്കിത് മനസ്സിലായെന്ന് തോന്നുന്നു എങ്ങനെയാണ് ഇത് പഠിക്കേണ്ടതെന്നുള്ളൊരു കാര്യം. സെൽഫ് സ്റ്റഡി ആയിട്ട് പഠിക്കേണ്ടവർക്ക് വേണ്ട റെഫർ ചെയ്യേണ്ട കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഞാൻ ഇട്ട് തരാം. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കുക. ഡെമോ അക്കൗണ്ട് എങ്ങനെയാണ് എടുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളും ഞാൻ ഒന്ന് പറഞ്ഞുതരാം നമ്മുടെ ഗ്രൂപ്പിൽ. യെസ്, അത് ഞാൻ ഇട്ട് തരാം, ഗ്രൂപ്പിൽ നമുക്ക് ഇട്ട് തരാം. എടാ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു ഗ്രൂപ്പിൽ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ആ ഗ്രൂപ്പിൽ തന്നെ ഒന്ന് ചോദിച്ചാൽ മതി. എടാ യൂട്യൂബ് വീഡിയോസ് ഇനഫ് ആണോ എന്ന് ചോദിച്ചാൽ യൂട്യൂബ് വീഡിയോസ് നോക്കിയിട്ട് നമുക്ക് പഠിക്കാം. പക്ഷേ നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഒരു പർട്ടിക്കുലർ എഡ്ജ് നമുക്ക് വേണം. എപ്പോഴാണ് പ്രൈസ് മേലോട്ട് പോകാൻ സാധ്യതയുള്ളത്, എപ്പോഴാണ് താഴോട്ട് പോകാൻ സാധ്യതയുള്ളത്, ആ ഒരു എഡ്ജ് നമുക്ക് കിട്ടണം. ആ ഒരു എഡ്ജ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ പലതും ട്രയൽ ആൻഡ് എറർ ചെയ്ത് നോക്കണം. ഇപ്പോൾ പ്രൈസ് ആക്ഷൻ ആണ് നിങ്ങൾ പഠിക്കുന്നത് യൂട്യൂബിൽ നിന്ന്. പ്രൈസ് ആക്ഷനിൽ തന്നെ പല പല കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ചാർട്ടിൻ്റെ പാറ്റേൺ നോക്കിയിട്ട് നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാം. അതിലുള്ള ക്യാൻഡിൽസ് നോക്കിയിട്ട് നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാം. സപ്പോർട്ടും റെസിസ്റ്റൻസും നോക്കിയിട്ട് പ്രിഡിക്റ്റ് ചെയ്യാം. ട്രെൻഡ് യൂസ് ചെയ്തിട്ട് പ്രിഡിക്റ്റ് ചെയ്യാം. ഇങ്ങനെ പല പല മെത്തേഡുകളുണ്ട് പ്രൈസ് ആക്ഷനിൽ തന്നെ. അപ്പോൾ അത് നമ്മളിങ്ങനെ പലതും ട്രൈ ഔട്ട് ചെയ്ത് നോക്കണം നമ്മൾ. അപ്പോൾ അതിന് കുറച്ച് ടൈം എടുക്കും. സെൽഫ് സ്റ്റഡി ആണെന്നുണ്ടെങ്കിൽ യൂട്യൂബ് നോക്കി പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ടൈം നമുക്ക് എടുക്കും എന്തായാലും. അതാണ് അതിൻ്റെ ഒരു ലിമിറ്റേഷൻ. പക്ഷെ അവിടെ നമുക്ക് വേറെ ചിലവൊന്നുമില്ല. അത് നല്ലതുമാണ്. പക്ഷേ ഈ പറയുന്ന പോലെ ഒരു ഡെമോ അക്കൗണ്ടിലാണ് ചെയ്യേണ്ടത്. നിങ്ങൾ ഒരിക്കലും സ്വന്തം പൈസ ഉപയോഗിച്ചാണ് അത് ചെയ്യരുത്, അത് നഷ്ടമായി പോകും. ഇപ്പോൾ ട്രയൽ ആൻഡ് എറർ ഒക്കെ ചെയ്യുന്നത് ഡെമോ അക്കൗണ്ടിൽ വേണം. എന്നിട്ട് നമുക്കൊരു കൺസിസ്റ്റന്റ് പ്രോഫിറ്റിൽ എത്തുമ്പോൾ മാത്രം ഈ പറയുന്ന റിയൽ അക്കൗണ്ടിലേക്ക് പോയാൽ മതി. ഇനി ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ പേയ്മെന്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ ഉപകാരം എന്ന് ചോദിക്കുന്നത്, നമുക്ക് ആ ഒരു ടൈം ഒഴിവാക്കാം. ഈ ഒരു ട്രയൽ ആൻഡ് എറർ നമുക്ക് ഒഴിവാക്കാം. അതാണ് അതിന്റെ വലിയ അഡ്വാൻറ്റേജ്. അത്രയും ടൈം നമുക്ക് നഷ്ടപ്പെടുകയില്ല. ഇപ്പൊ നിങ്ങൾ പറയുന്നത് കേട്ടില്ലേ, ചിലരൊക്കെ ഇങ്ങനെ പറയുന്നത് കേട്ടില്ലേ, ഈ 4-5 വർഷം എടുത്തിട്ടാണ് പ്രോഫിറ്റബിൾ ആയെന്നൊക്കെ. ആ 4-5 വർഷം അവർ എടുത്തത് ഈ ഒരു എഡ്ജ് കണ്ടുപിടിക്കാനായിട്ടാണ്. എപ്പോഴാണ് പ്രൈസ് മേലോട്ട് പോവുക, എപ്പോഴാണ് പ്രൈസ് ആവോട്ട് പോവുക, അത് അവർക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു എഡ്ജ്, അത് കിട്ടാനായിട്ടാണ് ഈ ഒരു ടൈം എടുക്കുന്നത്. അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിനെ ഒന്ന് പോളിഷ് ചെയ്ത് എടുത്താൽ മതി. അത് കിട്ടണമെങ്കിൽ കുറച്ച് ടൈം എടുക്കും. ഓരോരുത്തർ ഡിപ്പെൻഡ് ചെയ്യും. ഓരോരുത്തരുടെ യോഗം പോലെ ഇരിക്കും. ചിലർക്ക് പെട്ടെന്ന് കിട്ടാം, ചിലർക്ക് ടൈം എടുക്കും. അപ്പോൾ ട്രേഡിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഓൾറെഡി ആ ഒരു എഡ്ജ് ഉണ്ട്. ആ എഡ്ജാണ് നമ്മളെ പഠിപ്പിച്ചു തരുന്നത്. അതിനാണ് അവർ ആ പേയ്മെന്റ് മേടിക്കുന്നത്. അപ്പോൾ നമുക്ക് അത്രയും ടൈം സേവ് ചെയ്യാം. പിന്നെ അവർ പഠിപ്പിച്ചു തരുന്ന ഒരു എഡ്ജ് നമ്മൾ തന്നെ പ്രാക്ടീസ് ചെയ്ത് ഒന്ന് ഡെവലപ്പ് ചെയ്തെടുത്താൽ മതി. ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിക്കുകയാണെന്നുണ്ടെങ്കിലും ആ സ്കില്ല് ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു ടൈം നമ്മൾ എന്തായാലും ഇൻവെസ്റ്റ് ചെയ്യണം. കമ്പാരിറ്റീവ്ലി കുറച്ച് ടൈം എളുപ്പമുണ്ട് എന്നുള്ളതാണ്. യെസ്, അതെ, ഫീസും കുറച്ച് കൂടുതലാണല്ലേ. എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 40,000 30,000 ഒക്കെ തന്നെയാണ് എല്ലാവരും തന്നെ പേയ്മെന്റ് ഒക്കെ മേടിക്കുന്നത്. അത്യാവശ്യം എക്സ്പെൻസീവ് ആണ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിക്കുക എന്നുള്ളത്.